ഏതൊരു മതത്തിൻ്റെ വക്താവാണെന്നൊന്ന് പറയണം. പറഞ്ഞു, ഞാൻ മജൂസിയാണ്, തീയനെ ആരാധിക്കുന്നവനാണ്. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഭക്ഷണം തീയനെ ആരാധിക്കുന്നവന് തരാൻ പറ്റൂല, ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയപ്പോൾ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, അല്ല ഇബ്രാഹിം നബിയെ, ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തതിൻ്റെ പേരിൽ ഇത്രയും വർഷം ആ മനുഷ്യന് തിന്നാൻ കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും വായു കൊടുക്കാനും അള്ളാഹുവിന് പിശുക്കുണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ഇന്നത്തെ ഒരു രാത്രി ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കാതിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം, അത് പരിഹാരമാണോ? അതുകൊണ്ട് കാര്യം പരിഹരിക്കപ്പെടുമോ, പരിഹൃതമാവുമോ ചോദിക്കുകയാണ്. നിങ്ങളൊരു രാത്രി കൊടുത്തില്ലെങ്കിൽ എന്ത്? അള്ളാഹു ഇത്രയും കാലം ആ മനുഷ്യനെ പോറ്റിയില്ലേ? ഈ വർഷങ്ങളത്രയും അള്ളാഹു ആ മനുഷ്യനെ പോറ്റിയെങ്കിൽ അയാളുടെ മതമേതായാലും നിങ്ങൾ അയാൾക്ക് ഒരു മുറുക്ക് വെള്ളം കൊടുത്തെങ്കിൽ എന്തു പറ്റാനാണ്? അല്ലോ, ഇബ്രാഹിം നബി ഖേദിക്കുന്നു. ഇബ്രാഹിം നബി നേരെ ഓടിപ്പോകുന്നു. പോയിട്ട് ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരുന്നു വിളിച്ച്. ഇബ്രാഹിം നബിയോട് ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നില്ല. എന്താ നിങ്ങൾ എന്നെ ക്ഷണിക്കാൻ കാരണം? നിങ്ങൾ എന്നോട് ഇറങ്ങിപ്പോരാൻ പറഞ്ഞതല്ലേ? മോനെ, അബദ്ധം പറ്റി. എൻ്റെ റബ്ബെന്നോട് പറഞ്ഞു, 10-60 കൊല്ലക്കാലം നിന്നെ തീറ്റിപ്പോറ്റുന്നതിൽ റബ്ബിന് ലുബ്ധുണ്ടായിട്ടില്ല, ആ റബ്ബ് പിടിച്ചിട്ടില്ല, നിനക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്നെ നിഷേധിച്ചതിൻ്റെ പേരിൽ നിങ്ങളായിട്ട് എന്തിനാ കൊടുക്കാതിരിക്കുന്നത് എന്ന് റബ്ബ് ചോദിച്ചു. അതുകൊണ്ടാണ് ആ മനുഷ്യൻ തിരിച്ചു വന്നു, വയറ് നിറയെ ഭക്ഷണം കഴിച്ചു, അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അതാ പ്രാതലും കഴിഞ്ഞിറങ്ങുമ്പോൾ ആ മനുഷ്യൻ ഇബ്രാഹിം നബിയുടെ കൈ പിടിച്ചിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന ഇബ്രാഹീമ റസൂലുള്ളാഹ്. ഇബ്രാഹിം നബി ചോദിച്ചു, ഇതെന്താ സുഹൃത്തെ, ഞാൻ നിന്നോട് മുസ്ലിം ആവണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഞാൻ ഭക്ഷണം തന്നത് നീ മുസ്ലിം ആവാൻ വേണ്ടിയോ അല്ല. റബ്ബ് എന്നോട് പറഞ്ഞു നിർബന്ധമായിട്ടും നിനക്ക് തന്നോളണം. മനുഷ്യനാണോ തന്നോളണം. അപ്പം എൻ്റെ റഹ്മാനായ റബ്ബ് എന്നെ പഠിപ്പിച്ച സ്വഭാവം അപ്പം ഞാൻ കാണിച്ചത്. എല്ലാവർക്കും കൊടുക്കുക. അതിനെന്തിനാ നിങ്ങൾ മുസ്ലിം ആയത്? ആ സമയത്ത് ഈ മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ടോ നിങ്ങൾ, നിഅ്മർ റബ്ബു റബ്ബുൻ. എന്താണ് ആ വാക്കൊക്കെ? നിഅ്മർ റബ്ബു റബ്ബുൻ യുആതിബു അഹ്ബാബഹു ഫീ അഅദാഇഹി. നിഅ്മർ റബ്ബു റബ്ബുൻ, ഇതിനേക്കാൾ നല്ല ഒരു റബ്ബ് ഏതുണ്ട്? ഏറ്റവും നല്ല രക്ഷിതാവ് ഇവൻ തന്നെയല്ലേ. യുആതിബു അഹ്ബാബഹു, അവൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ തിരുത്തുന്നു. ഫീ അഅദാഇഹി, അവൻ്റെ ശത്രുക്കൾക്ക് അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ, ശത്രുവിന് അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ മിത്രത്തെ വിളിച്ച് ഉപദേശിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന റബ്ബിനേക്കാൾ ഒരു റബ്ബിനെ പിന്നെ ഞാൻ വേറെ ഏതാ തേടേണ്ടത്? ഞാനും ഉറപ്പിക്കുന്നു ഇവനാണ് റബ്ബ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന ഇബ്രാഹീമ റസൂലുള്ളാഹ്. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഈ മനുഷ്യനെ മാറ്റി ആലോചിപ്പിച്ചു. അയാൾ ഈമാനിലേക്ക് വന്നു. ഇതാണ് അർ-റഹ്മാനു ജല്ല ജലാലു, അർ-റഹീമു ജല്ല ജലാലു. ഇത് പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇതാണ്. ഞാൻ പറഞ്ഞു, ഒരു മുറുക്ക് വെള്ളം അല്ലാഹു കൊടുക്കൂലായിരുന്നു നിഷേധിക്കുക. ഈ ദുനിയാവിന് വല്ല നിലയും വലയും നൽകിയിട്ടുണ്ടെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചത്ത് കിടക്കുന്ന ഒരാട്ടിൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്തുകൂടെ സയ്യിദുനാ റസൂലുള്ളാഹി നടന്നു പോകുക. ഒരാട്ടിൻ്റെ ഡെഡ് ബോഡി, ചത്ത് കിടക്കുന്ന ശരീരം, അതിൻ്റെ അടുത്തുകൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതറൗന ഹാദിഹി ശാത ഹയ്യിനതൻ അലാ അഹ്ലിഹാ, അതറൗന ഹാദിഹി ശാത ഹയ്യിനതൻ അലാ അഹ്ലിഹാ. ഈ ചത്ത് കിടക്കുന്ന ഈ ആട്ടിൻ്റെ ശവം, ഈ ചത്ത് കിടക്കുന്ന ആട്, ഇതിൻ്റെ വീട്ടുകാർക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, വീട്ടുകാർ ഇത് അവഗണിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, മിൻ ഹവാനിഹ അൽഖൗഹാ യാ റസൂലല്ലാഹ്, മിൻ ഹവാനിഹ അൽഖൗഹാ യാ റസൂലല്ലാഹ്. അതിനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടല്ലേ നബി അത് പിടിച്ചു വലിച്ചിട്ടത്. അതിനവർക്ക് വല്ല വിലയുണ്ടെങ്കിൽ അവർ വീട്ടിൽ തന്നെ വെക്കൂലേ? വീട്ടിൽ നിന്ന് എടുത്ത് കുപ്പയിലേക്ക് എറിഞ്ഞത് എന്തുകൊണ്ടാ? ഈ ചത്ത ആട്ടിന് അവരുടെ അടുത്തൊരു വിലയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴാ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടല്ലേ, എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വല്ലദീ നഫ്സീ ബിയദിഹി. അള്ളാഹുവിൻ്റെ ഹബീബ് ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയത്
മനസ്സുകളെ തിരുത്താനാണ്, മൂല്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവാരുടെ നിയന്ത്രണത്തിലാണോ ആ റബ്ബ് സാക്ഷി, അല്ലാഹു സാക്ഷി. ലദ്ദുന്യാഹു വനുഅലല്ലാഹ്, ഈ ദുനിയാവ് പടച്ചോൻ അതിനിസ്സാരമാണ്. മിൻ ഹാദിഹി ശാത്തി അലാ അഹ്ലിഹാ, ഈ ആട് ഇതിൻ്റെ വീട്ടുകാർക്ക് നിസ്സാരമായതിനേക്കാൾ നിസ്സാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വലൗ കാനത്തിദ് ദുനിയാ തഅദിലു ഇൻദല്ലാഹ്, ഈ ദുനിയാവ് അള്ളാഹുവിൻ്റെ അടുത്ത് ഇതിന് വല്ല നിലയും വിലയും ഉണ്ടായിരുന്നുവെങ്കിൽ ജനാഹ ബഊദ, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില ഈ ദുനിയാവിനുണ്ടായിരുന്നെങ്കിൽ മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ, സദഖ റസൂലുള്ളാഹി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഈ ഹദീസും ഈ സംഭവവും എന്താ പറഞ്ഞത്? ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ മാ സഖാ മിൻഹാ, ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു കുടിപ്പിക്കൂലായിരുന്നു കാഫിറ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിഷേധിക്ക് അള്ളാഹു കുടിപ്പിക്കൂലായിരുന്നു ശുർബത മാ, ഒരു മുറുക്ക് വെള്ളം അള്ളാഹു കൊടുക്കൂലായിരുന്നു. ദുനിയാവിനൊരു വിലയില്ലാത്തത് കൊണ്ടാണ് അത് കിട്ടിയത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻ, ബഹുമാനപ്പെട്ടവർ പറയുന്നു, കുന്നാ മഅ അബീ ബക്കറിനി സിദ്ദീഖ്. അള്ളാഹു നല്ല ഒരു സദസ്സാണ്. തെർലിയത്തും സലാത്തും ഒക്കെ ഉറക്ക ചെല്ലുന്നു. പടച്ചോനെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഒരുപാട് അഭ്യസ്ത വിദ്യര് സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പടച്ചോനെ നിന്റെ അസ്മാഉകൾ ചർച്ച ചെയ്ത് നിന്റെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സദസ്സിലൊത്തുകൂടിയത് പടച്ചോനെ നിന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ തന്നനുഗ്രഹിക്കണേ അള്ളാഹ്. ദുന്യാവിലും ആഖിറത്തിലും ഞങ്ങളെ നന്നാക്കി തരണേ അള്ളാഹ്. പടച്ചോനെ, ഈ സദസ്സിൽ കൂടിയ ഞങ്ങളെയും ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരെയും നീ ഒരിക്കലും കയ്യൊഴിക്കല്ല അള്ളാഹ്, നീ കയ്യൊഴിക്കല്ല അള്ളാഹ്, നീ കയ്യൊഴിക്കല്ല അള്ളാഹ്. ഞങ്ങൾ കുറ്റവാളികളാണല്ല, ഒന്നിനും കൊള്ളരുതാത്തവരാണല്ല. സംഗതി ശരിയാണ്, പക്ഷേ നീ ഉദാരനാണ്, മാപ്പ് തരാൻ അറിയുന്നവനാണ്. ഇനി ഞങ്ങൾ പറയാൻ പോകുന്നതും എല്ലാ ദിവസങ്ങളിലും പഠിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ്. ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബിൻ്റെ ഈ റഹ്മത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ യാത്ര പോവുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ച് വെള്ളം കിട്ടിയാൽ കുടിക്കായിരുന്നു. ഫദഅ ബിശറാബ്, കുറച്ച് വെള്ളം കിട്ടണം കുടിക്കാൻ എന്നാവശ്യപ്പെട്ടു. ആ സമയത്ത് ഫൗതിയ ബിമാഇൻ വഅസലിൻ, തേനൊഴിച്ച വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. തേനും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ ചോദിച്ചത് കുറച്ച് വെള്ളം കിട്ടിയാൽ കുടിക്കായിരുന്നു എന്നാ. അപ്പൊ ഖലീഫക്ക് കൊണ്ടുവന്ന് കൊടുത്തത് എന്താ? കലക്കിയ വെള്ളം, തേനൊഴിച്ച വെള്ളം. ഇപ്പം നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ചെന്നിട്ട് പച്ചവെള്ളം ഒരു മുസാഫിർ വന്ന് യാചിക്കുമ്പോൾ അയാൾക്ക് കലക്കിയ വെള്ളം കൊണ്ടുപോയി കൊടുക്കും പോലെ, കലക്കിയ വെള്ളം കൊണ്ടുപോയി കൊടുക്കും പോലെ, എന്തെങ്കിലുമൊക്കെ ചേർത്ത് മധുരവും മറ്റുമൊക്കെ ചേർത്തിട്ട് കലക്കി രുചി ഉള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെ ഇവിടെ തേനൊഴിച്ച വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തേനൊഴിച്ച വെള്ളം കൊടുത്തപ്പോൾ ഫലമ്മാ അദ്നാഹു മിൻ ഫീ, ചോദിച്ചലും ഇതിലും വലിയതാണല്ലോ കിട്ടിയത്. ആവേശത്തോടെ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിക്കാൻ വേണ്ടി അത് വായോടടുപ്പിക്കുമ്പോഴേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്, ബക്കാ, ആ വെള്ളം കുടിച്ചില്ല, കൈകൾ വിറക്കുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് ഖലീഫ കരയുന്നത് കണ്ടിട്ട് ഹത്താ അബ്കാ സുഹാബഹു, നോക്കി നിൽക്കുന്ന കൂട്ടുകാരൻ മുഴുവനും അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്ന് കുലുങ്ങി കുലുങ്ങി കരയുന്ന, കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ കരയുന്ന, ഹത്താ സക്കതു വമാ സക്കത, അവരൊക്കെ കരച്ചിലടക്കിയിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിലടങ്ങിയില്ല. ഹത്താ സക്കതു വമാ സക്കത, അവരൊക്കെ കരച്ചിൽ നിർത്തി, എന്നിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ അടങ്ങുന്നില്ല. തുടങ്ങിയത് അബൂബക്കർ, നിർത്തിയത് ആദ്യം സഹാബത്ത്. എന്നിട്ട് പറയാൻ സുമ്മഅദ വബക, പിന്നെയും ആവർത്തിച്ച് കരഞ്ഞിട്ട് എത്രത്തോളം ഹത്താ ലന്നു അന്നഹും ലാ യഖ്ദിറൂന അലാ മസ്അലതിഹി, കാരണം ചോദിക്കാൻ ഇന്ന് പറ്റൂലട്ടോ എന്ന് പലരും പറഞ്ഞു. ഈ കരച്ചിലൊന്ന് അവസാനിച്ചെങ്കിലല്ലേ എന്താ കാരണം ചോദിക്കാൻ പറ്റുള്ളൂ, ഇന്ന് ചോദിക്കാൻ കഴിയൂല എന്നവർ ഉറപ്പിച്ചു. അങ്ങനെ കുറെ അങ്ങ് കരഞ്ഞു. സുമ്മ മസഹ ഐനൈ, എന്നിട്ട് അവിടുത്തെ രണ്ട് കണ്ണുകളും തുടച്ചു. കരച്ചിൽ അവസാനിപ്പിച്ച് കണ്ണുകൾ
തുടച്ചു, കരച്ചിൽ അവസാനിപ്പിച്ചു. ആ സമയത്ത് സഹാബ ചോദിച്ചു, യാ ഖലീഫത റസൂലില്ലാഹ് മാ ബകാക്, അല്ലാഹുവിന്റെ തിരുദൂതരുടെ ഖലീഫ, അങ്ങ് കരയാനുള്ള കാരണം എന്താണ്? യാ ഖലീഫത റസൂലില്ലാഹ് മാ അബ്കാക്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, കുന്തു മഅ റസൂലില്ലാഹ്, ഞാൻ ഒരിക്കൽ മുത്തുനബിയുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഫറഅയ്തുഹു യദ്ഫഉ അൻ നഫ്സിഹി ശൈആ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ എന്തോ ഒരു സാധനം ഇങ്ങനെ തട്ടി മാറ്റി വിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യദ്ഫഉ അൻ നഫ്സിഹി ശൈആ, എന്തോ ഒന്നിങ്ങനെ തട്ടി മാറ്റുന്നുണ്ട്. പോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടുന്നുണ്ട് റസൂലുള്ളാഹി. വലം അറ മഅഹു അഹദ, ഞാൻ നോക്കിയിട്ട് റസൂലുള്ളാഹിയുടെ കൂടെ ഒന്നും കാണാനില്ല. പിന്നാലെ കൂടുന്ന പട്ടിയില്ല, പിന്നാലെ വാളുമായി വരുന്ന ശത്രുവില്ല, ഒന്നും കാണുന്നില്ല. പക്ഷേ റസൂലുള്ള പറയുന്നു പോ പോ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് മല്ലദീ തദ്ഫഉ അൻ നഫ്സിക്, എന്താ നബിയെ തങ്ങൾ സ്വന്തം നഫ്സിനെ തൊട്ട് ഇങ്ങനെ തടയുന്നത്? എന്താ നിങ്ങൾ വേണ്ട 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 എന്നിങ്ങനെ പറഞ്ഞ് എന്തിനാ നിങ്ങൾ ഈ ആട്ടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഹാദിഹി ദുനിയ മുസ്സിലത് ലി ഫഖുൽതു ലഹാ ഇലൈകി അന്നി ഇലൈകി അന്നി. ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് ദുനിയാവ് തന്നത് ഇതിനൊക്കെയാണ്. അള്ളാഹു നമുക്ക് ദുനിയാവ് തന്നത് ഇതിനൊക്കെയാണ്. നന്നായി കണ്ടറിഞ്ഞ് സഹകരിക്കുക. കാരണം ഇത്ര വലിയൊരു പരിപാടി ഒരു കൊല്ലം മുമ്പ് ഇത് ഏൽപ്പിക്കുകയും ഇതിനു വേണ്ടുന്ന പ്രചരണ പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരുപാട് ചെലവുകളുണ്ടാകും, നിങ്ങൾക്കൊക്കെ അറിയും. ഇനി ഇതിൻ്റെ സംഘാടകർക്ക് ഇതുപോലെ ഒരു പരിപാടി വെക്കണമെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ഹാദിഹി ദുനിയ മുസ്സിലത് ലി, ഈ കാണുന്ന ലോകം മൊത്തം എൻ്റെ മുമ്പിൽ ഒരു ചിത്രമായി വരികയാണ്. ലോകത്തിൻ്റെ ചിത്രം എൻ്റെ പിന്നാലെ, ലോകം മൊത്തം ഒരു ചിത്രമായിട്ട് ചെറുതാക്കിയിട്ട് അതെൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൂടുക. ഞാൻ ദുനിയാവാണ്, എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്, ഞാൻ നിൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ, ദുനിയാവ് മുഴുവൻ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇലൈക്കി അന്നി, പൊയ്ക്കോ, എനിക്ക് വേണ്ട. ഇലൈക്കി അന്നി, എന്നെ വിട്ടകന്നാളാ, എന്നെ വിട്ടകലൂ, എനിക്ക് വേണ്ട. ഇത് പറഞ്ഞപ്പോൾ സുമ്മ റജഅത്, പിന്നെ ആ ദുനിയാവ് കുറേ ഞാൻ പറഞ്ഞപ്പോൾ ആ ദുനിയാവ് എന്നോട് പറഞ്ഞു, അത് പിന്നീട് തിരിച്ചു വന്നു. തൽക്കാലം ഞാൻ തട്ടിമാറ്റിയപ്പോൾ പോയി, പിന്നെ തിരിച്ചു വന്നിട്ട് ദുനിയാവ് എന്നോട് പറഞ്ഞു, ഇന്നക ഇന്ന ഫൽത മിന്നി ലം യഫ്ലത് മിന്നി മൻ ബഅദക്. മുത്തുനബിയെ, നിങ്ങൾ ഈ ദുനിയാവ് വേണ്ടാന്ന് വെച്ചാലും നിങ്ങളുടെ ശേഷം വരുന്നവര് ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല കേട്ടോ, ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല. അവർ എൻ്റെ പുറത്തിരുന്ന് അവരെല്ലാം സുഖിക്കും, അവരെന്നെ ആവോളം മതിവരുവോളം അവരെന്നെ ആസ്വദിക്കും. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ പറഞ്ഞ മുഖം മറക്കണ്ട, വിശ്വാസിക്ക് ദുനിയാവ് വേണം, ജീവിക്കാനുള്ള ദുനിയാവ് വേണം, അതുപോലെ തന്നെ സ്റ്റോക്ക് ചെയ്യാനുള്ള ദുനിയാവും ഉണ്ടാവാം. പക്ഷേ ആ ദുനിയാവ് ആഖിറത്തിന് തടസ്സമാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉദാത്തമായ ശൈലി നമ്മളെ പഠിപ്പിക്കുകയാണ്. ദുനിയാവ് ആഖിറത്തിന് തടസ്സമാണെങ്കിൽ ദുനിയാവ് ഒഴിവാക്കണം. എന്നാ ദുനിയാവ് ഉണ്ടാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയെ അതാ സമരക്കളത്തിലേക്ക് വിടുമ്പം മുത്തുനബി പറഞ്ഞില്ലേ, നിനക്ക് സാമ്പത്തികമായി അല്പം അടിത്തറ കുറവാണ്, ഈ സമരക്കളത്തിൽ അമീറായി നിങ്ങൾ പോകണം. കാരണം നല്ല ഗനീമത്ത് സ്വത്താണ് ഈ സമരക്കളത്തിൽ കിട്ടുക, സമരാർജിത സ്വത്ത് ധാരാളം ഉണ്ടാവും. അപ്പം അമീറായ നിങ്ങൾക്ക് നല്ല ഒരാസ്തി തന്ന് നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റും, അത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഉറപ്പാക്കും. ആ സമയത്ത് ആ സ്വഹാബി റസൂലുള്ളാഹിനോട് ചോദിച്ചതാ, നബിയെ, ദുനിയാവിൻ്റെ നിസ്സാരത പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച തങ്ങള്, ദുനിയാവ് വളരെ ചെറുതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച തങ്ങള്, യാ റസൂലല്ലാഹ്, ദുനിയാവ് കിട്ടുമെന്ന് പറഞ്ഞ് തട്ടിക്കയറ്റി എന്നെ സമരക്കളത്തിലേക്ക് അയക്കണോ തങ്ങളെ? ഷഹാദത്ത് കിട്ടുമെന്ന് പറഞ്ഞു വിട്ടോളൂ, രക്തസാക്ഷിത്വം കിട്ടുമെന്ന് പറഞ്ഞു വിട്ടോളൂ, ആഖിറം കിട്ടുമെന്ന് പറഞ്ഞു വിട്ടോളൂ, പരലോകത്ത് കൂലി കിട്ടുമെന്ന് പറഞ്ഞു വിട്ടോളൂ, എനിക്ക് ദുനിയാവ് വേണ്ട.
അപ്പോഴാണ് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്, നീ വിചാരിച്ചതുപോലെയല്ല, ഞാൻ ദുനിയാവിനെ വിമർശിക്കാറുണ്ട്, അത് ആഖിറം നഷ്ടപ്പെടുത്തുന്ന ദുനിയാവാണ്. അതേ സമയം നല്ല മനുഷ്യന്റെ കയ്യിലെ നല്ല പണം എത്രയോ ബെറ്ററാണ്. നിഅ്മൽ മാലു സാലിഹു ലിൽ മർഇ സാലിഹ്. നല്ല മനുഷ്യന്റെ കയ്യിലെ നല്ല പണം വളരെ സുന്ദരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. സാലിഹീങ്ങളായ മനുഷ്യന്മാർക്ക് ദുനിയാവുണ്ടായാൽ രണ്ട് കാര്യമാണ് നബി അവിടെ പറഞ്ഞത്. എന്ത്? നിഅ്മൽ മാലു ലിർറജുലി സാലിഹ് എന്നല്ല, നിഅ്മൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്. നല്ല മനുഷ്യന്റെ കയ്യിലെ നല്ല പണം വളരെ ഭംഗിയുള്ളതാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അത് നല്ലതാണ്, അത് നല്ലതാണ്. നല്ല മനുഷ്യനും ആവണം, സമ്പത്തും നന്നാവണം, വെട്ടിപ്പിലൂടെയും തട്ടിപ്പിലൂടെയും ഉണ്ടാക്കിയതാവരുത്. എന്നാൽ അയാൾക്ക് അതുകൊണ്ട് സ്വർഗം നേടാൻ പറ്റും. എത്ര മുതലാളിമാരുണ്ട്, ചിലപ്പോൾ നമുക്ക് അസൂയ തോന്നും. ചില മുതലാളിമാരൊക്കെ ഉണ്ടാ, നമ്മളെക്കാളേറെ അവർ നിസ്കരിക്കുന്നുണ്ട്, നമ്മളെക്കാളേറെ അവർ നോമ്പ് വെൽക്കുന്നുണ്ട്, നമ്മളെക്കാളേറെ ഇബാദത്തുണ്ട്. എന്നാൽ അള്ളാഹ് ദുന്യാവ് ഇഷ്ടം പോലെ കൊടുത്തു. അതുകൊണ്ട് ദീനീ സംരംഭങ്ങൾക്ക് ലക്ഷങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു, സാധുക്കൾക്ക് നൽകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നിപ്പോകും. അള്ളാഹു കൊടുക്കുന്നതാണ്. ദാലിക ഫളുലുല്ലാഹി യുഅ്തീഹി മൻ യശാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആരാ വരുന്നത്? ഫുഖറാഉൽ മുഹാജിരീൻ. മദീനത്തുനിന്ന് വീടും നാടും വിട്ടുപോയ മുഹാജിറുകൾ. അവർ ഫുഖറാ ആണ്, ദരിദ്രന്മാരാണ്. അവർ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ചെന്നു. മുഹാജിറുകൾ എല്ലാവരും ദരിദ്രന്മാരല്ല. കാരണം അൻസാറുകൾ അവരുടെ സമ്പത്ത് നേർ പകുത്തിട്ട് നൽകി. അങ്ങനെ മുതലാളിമാരായവരുണ്ട്, കച്ചവടവും ബിസിനസ്സും കൃഷിയും ഏർപ്പാടുമൊക്കെയായി പോയവരുണ്ട്. അതേസമയം മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം പള്ളിയുടെ മൂലയിൽ ഓതിപ്പടിച്ച് അവർ ജീവിക്കാൻ വക കാണാതെ പ്രയാസപ്പെടുന്നവരുമാണ്. അങ്ങനെയും ഉണ്ടായിരുന്നു. അപ്പം ഫുഖറാ ഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളുടെ കൂട്ടത്തിലുള്ള ഫുഖറാ അവർ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദഹബ അഹ്ലുദ്ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം യാ റസൂലല്ലാഹ്. നബിയെ, ഈ മുതലാളിമാർ കൊണ്ടുപോയല്ലോ, ഉന്നതമായ ഗ്രേഡുകളൊക്കെ അവർ നേടി. അവർ സ്വതക്ക ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ കാശില്ല, അവർ സക്കാത്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് സക്കാത്ത്, ഞങ്ങളുടെ സക്കാത്തിൻ്റെ കോളം ഫില്ലല്ല, അത് ഞങ്ങൾക്ക് നിർബന്ധമില്ല, ഞങ്ങളത് ചെയ്യുന്നില്ല. അവർ ദാനധർമ്മങ്ങൾ ചെയ്തെല്ലാം നേടുന്നല്ലോ നബിയെ. ശാശ്വതമായ സുഖവും വലിയ വലിയ ഗ്രേഡുകളും ഇവർ കൊണ്ടുപോയല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എന്താ നിങ്ങളെങ്ങനെ പറയുന്നത്? മുതലാളിമാർ നിങ്ങളെക്കാൾ നേടി എന്ന് പറയാൻ കാരണം? അവർ പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അവരും നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂം, ഞങ്ങൾ നോമ്പെടുക്കുമ്പോൾ അവരും നോമ്പെടുക്കുന്നുണ്ട്. വയതസദ്ദഖൂൻ, അവർ സ്വതക്ക ചെയ്യുന്നുണ്ട്. വലാ നതസദ്ദഖ്, നബിയെ ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ വയ്യ. വയുഅ്തിഖൂൻ, അവരടിമകളെ മോചിപ്പിക്കുന്നുണ്ട്. വലാ നുഅ്തിഖ്, ഞങ്ങൾക്ക് അടിമകളെ മോചിപ്പിക്കാനുള്ള പണമില്ല യാ റസൂലല്ലാഹ്. സങ്കടം പറഞ്ഞു. ഞങ്ങൾ ചെയ്യണോക്കോലി ഉണ്ട്, ഞങ്ങൾ ചെയ്യാത്ത പലതും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? അഫലാ ഉഅല്ലിമുക്കും ശൈഅൻ, ഞാൻ നിങ്ങൾക്കൊരു വിഷയം പഠിപ്പിച്ചു തരട്ടെ. റസൂലുള്ള ഫുഖറാഉൽ മുഹാജിറിനോട് ചോദിക്കാൻ, തുദ്രികൂന ബിഹി മൻ സബഖകും വതസ്ബിഖൂന ബിഹി മൻ ബഅദകും, എന്നാ നിങ്ങളുടെ മുൻഗാമികൾ നേടാത്തത് നിങ്ങൾക്ക് നേടാം, നിങ്ങളുടെ പിൻഗാമികളെക്കാൾ നിങ്ങൾക്ക് മുന്നിലെത്തുകയും ചെയ്യാം. എന്താണിത് എന്നവർ ചോദിച്ചപ്പോൾ, യകൂനു അഹദുൻ അഫ്ളല മിൻകും, നിങ്ങളെക്കാൾ അഫ്ളലായിട്ട് ഒരാളും ഉണ്ടാകില്ല. ഞാനൊരു സൂത്രവാക്യം, ഒരു സൂത്രം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. ആവാം, നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഓവർടേക്ക് ചെയ്യും. ഇല്ലാ മൻ സനഅ മിസ്ല മാ സനഅതും, നിങ്ങൾ ചെയ്യുമ്പോൾ അവരും ചെയ്താൽ ഒഴികെ പിന്നെ എൻ്റെ അടുത്ത് വരരുത്. ഹബീബ് റസൂലുള്ളാഹി, ഞാൻ ഒരു മാർഗ്ഗം ഇപ്പം പറഞ്ഞു തരാം, അത് നല്ലൊരു ഓഫറാണ്. അവർ ഈ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വാങ്ങുന്ന സ്വർഗം നിങ്ങൾക്ക് നേടാൻ ഞാനൊരു മാർഗം പറയട്ടെ. സഹാബത്ത് കാതും കൂർപ്പിച്ച് ബലാ യാ റസൂലല്ലാഹ്, പറയൂ നബിയെ പറയൂ. അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ്, തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂന ദുബുറ കുല്ലി സ്വലാഹ്, ഓരോ നിസ്കാരത്തിൻ്റെയും പിറകെ സലാം വീട്ടിക്കഴിഞ്ഞ് ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ചൊല്ല, തുസബ്ബിഹൂന വതുകബ്ബിറൂന വതഹ്മദൂൻ, സുബ്ഹാനല്ലാഹ് പറയ്, അൽഹംദുലില്ലാഹ് പറയ്, അല്ലാഹു അക്ബർ പറയ്, സലാസം വസലാസീന മറ, 33 വീതം
33 തവണ വീതം പറയൂ. 33 വട്ടം നിങ്ങൾ സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ എന്ന എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ചൊല്ലാൻ തയ്യാറാണോ സഹാബ? ആ വലിയ സമ്പന്നർ നേടിയത് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഖാല അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു, അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രമുഖരായ ഒരു സഹാബിയാണ്. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു പറയാ, ഫറജഅ ഫുഖറാഉൽ മുഹാജിരീന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ പോയി, അവരിതിങ്ങനെ ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഈ മുതലാളിമാരുണ്ടല്ലോ, ഞങ്ങൾ കരിക്കും പോലെ കരിക്കും, ഞങ്ങൾ നോമ്പ് വെൽക്കും പോലെ നോമ്പ് വെൽക്കും, ഞങ്ങൾ ഖുർആൻ ഓതും പോലെ ഖുർആൻ ഓതും എന്ന് പറഞ്ഞ മുതലാളിമാർ. അവർ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പം എന്താ പുതിയൊരു പരിപാടി, ഇങ്ങനെ കയ്യും മടക്കി എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത് ചോദിച്ചു. പിന്നെ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വയ്യല്ലോ. ഇവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരും ഇരുന്ന് എല്ലാം തുടങ്ങി. അപ്പോൾ ഫുഖറാഉൽ മുഹാജിരീൻ തിരിച്ചു വന്നു സയ്യിദുനാ റസൂലുള്ളാഹിയുടെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, സമിഅ ഇഖ്വാനുനാ അഹ്ലുൽ അംവാൽ, നബിയെ ധനാഢ്യരായ ഞങ്ങളുടെ കൂട്ടുകാർ, സമ്പന്നരായ ഞങ്ങളുടെ കൂട്ടുകാർ കേട്ടല്ലോ നബിയെ, ബിമാ ഫഅൽന, ഞങ്ങൾ ചെയ്യുന്നത് പോലും കേട്ടു. ഫഫഅലു മിസ്ലഹു, ഞങ്ങൾ ചെയ്യും പോലെ അവരും ചെയ്യാൻ തുടങ്ങി. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ദാലിക ഫളുല്ലാഹി യുതീഹി മൻ യശാ, അത് അല്ലാഹുവിൻ്റെ ഔദാര്യം, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കും. അതിലൊന്നും പറയാനില്ല. അതാ ഞാൻ പറഞ്ഞു, ചില മുതലാളിമാരുണ്ട് ദീനും ദുന്യാവും നേടുന്ന മുതലാളിമാർ. അള്ളാഹു നമ്മളിലുള്ള മുതലാളിമാരെ അത്തരത്തിലുള്ള മുതലാളിമാരാക്കി തരട്ടെ. അതാ വേണ്ടത്. ദീനും ദുന്യാവും കിട്ടുന്ന മുതലാളിമാരുണ്ട്. നിഅ്മൽ മാലു സാലിഹു ലിർറജുലി സാലിഹ്. വിമർശിക്കപ്പെടേണ്ടതല്ല, പക്ഷേ ആഖിറം മറക്കുന്ന ദുനിയാവിനെ പറ്റിയായി പറഞ്ഞതൊക്കെ. എന്നാൽ ഏറ്റവും കൂടിയ സാധ്യത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആഖിറം മറക്കാനാണ്. ദുനിയാവുണ്ടാകുമ്പോൾ ആഖിറം മറക്കാനാണ് കൂടുതലും സാധ്യത. അതുകൊണ്ടാണ് ഈ ദുനിയാവ് ഇങ്ങനെ വിമർശിക്കപ്പെട്ടുകൊണ്ട് പറയുന്നത്. അല്ലാതെ ദുനിയാവ് ഉണ്ടാകുന്നതിനൊരു കുഴപ്പമില്ല. ഇനി ഈ ദുനിയാവും ആഖിറവും ഒരു കാരണവശാലും ആഖിറം നഷ്ടപ്പെടുത്തരുത്. ദുനിയാവ് നഷ്ടപ്പെട്ടാലും എന്ന് പറയാൻ കാരണം എന്താ? ദുനിയാവും ആഖിറവും തമ്മിലുള്ള അന്തരം ഒന്നാണ് മനസ്സിലാക്കുക. ദുനിയാവ് അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹമാണ്, ആഖിറം അള്ളാഹുവിൻ്റെ 99 അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഒന്ന് വായിക്കാം. ഖലഖല്ലാഹുർ റഹ്മത യൗമ ഖലഖഹാ മിഅത റഹ്മ, സയ്യിദുനാ റസൂലുള്ളാഹി. അനുഗ്രഹത്തെ അള്ളാഹു പടച്ച നാളിൽ പടച്ചത് 100%. അനുഗ്രഹം അള്ളാഹു 100% പടച്ചത് എന്ന് പറഞ്ഞാൽ, അള്ളാഹു റഹ്മത്ത് സൃഷ്ടിച്ചപ്പോൾ ഒട്ടും അത് അപൂർണ്ണല്ല, അത് സമ്പൂർണ്ണാണ്. സമ്പൂർണ്ണാണെന്ന് കാണിക്കാൻ ആ മിഅത റഹ്മ എന്ന് പറഞ്ഞത്. 100% എന്ന് പറഞ്ഞാൽ പൂർത്തിയായി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പം 100 അനുഗ്രഹമായിട്ടാണ് അള്ളാഹു അനുഗ്രഹത്തെ പടച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? ഫഅംസക ഇൻദഹു 99 റഹ്മ, 99 അനുഗ്രഹങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് തന്നെ അള്ളാഹു സ്റ്റോക്ക് ചെയ്തു, പിടിച്ചു വെച്ചു. വഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് മൊത്തം. ഇത് എറണാകുളത്തുകാർക്ക് മാത്രമല്ല, ഈ പറഞ്ഞതേ മലപ്പുറത്തുകാർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ളവർക്കല്ല, മറ്റു വൻകിട രാഷ്ട്രങ്ങളിലുള്ളവരെല്ലാവരും പെടും. ഭൂമി ലോകത്ത് കരയിൽ ചെറിയ ഭാഗമേ ജീവികൾ ജീവിക്കുന്നുള്ളൂ. ഈ ഭൂമിയിലുള്ള മുഴുവൻ ജീവികളും പെടും. കഴിഞ്ഞില്ല, ബഹറില്, കരയില്, അനന്തമായി കിടക്കുന്ന കടലില്, ആ കടലിൽ ജീവിക്കുന്ന ജീവികളെല്ലാം പെടും. ഇവക്കെല്ലാവർക്കും കൂടെ അള്ളാഹു കൊടുത്തത് റഹ്മത്തും വാഹിദ, ഒറ്റ റഹ്മത്ത്. 100 റഹ്മത്ത് പടച്ചിട്ട് അതിന് ഒന്നും കെട്ട് എടുത്തിട്ട് ഈ ദുനിയാവിലുള്ളതും, അഥവാ ദുനിയാവിലുള്ളതിനൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ കടലിലും കരയിലുള്ളതിനും മുഴുവനും കൊടുത്തു, എല്ലാറ്റിനും വെച്ച് കൊടുത്തു. എന്നിട്ടോ 99 അനുഗ്രഹങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കരുതി വെക്കുകയും ചെയ്തു. അതിങ്ങോട്ട് വിട്ടു തന്നില്ല. എന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി പറയാൻ, ഫലൗ യഅലമുൽ കാഫിറു ബികുല്ലില്ലദി ഇൻദല്ലാഹി മിനർ റഹ്മ, അല്ലാഹുവിന്റെ അടുത്തുള്ള 99 അനുഗ്രഹങ്ങളുടെ വലുപ്പം. ഇതെന്തിനാ ഈ 99 എടുത്തു വെച്ചത്? അത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ നബി എന്നെ വ്യക്തമായിട്ട് പറയുന്നു, വഅഖറ ഇൻദഹു 99, അല്ലാഹു 1 സൃഷ്ടികൾക്ക് വിട്ടുകൊടുത്തു, 99 അല്ലാഹു കരുതി വെച്ചു. എന്തിന്? യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. ആ 99 അനുഗ്രഹങ്ങളെ കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പു നാളിൽ ആഖിറത്തിൽ അവനെ അനുസരിച്ച അടിമകളെ സുഖിപ്പിക്കലാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം. ഓ,
99 എടുത്തു വെച്ചാൽ എന്തിനാ? നിസ്കരിച്ചോൽക്കും നോമ്പുറ്റോൽക്കും കൊടുക്കാൻ. എന്നാലോചിച്ച് നോക്ക്. ആഖിറത്തിൽ വിജയിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു റഹ്മത്തിൻ്റെ പൊട്ടും തെല്ലും അല്ലേ, ഒരു റഹ്മത്ത് മുഴുവൻ നമുക്കല്ല, അത് ഈ ലോകത്ത് മൊത്തമുള്ള റഹ്മത്തിനെ പറ്റിയാണ് ഒരു റഹ്മത്ത് എന്ന് വിശേഷിപ്പിച്ചത്. അതിൻ്റെ 99 ഇരട്ടി അപ്പുറത്ത് അള്ളാഹു കരുതി വെച്ചിരിക്കുക. എന്തിന്? നിസ്കരിച്ചോൽക്കും നോമ്പുറ്റോൽക്കും. എന്നിട്ട് ഈ ഒരു റഹ്മത്തിൻ്റെ പൊട്ടോ തെല്ലോ കിട്ടുമെങ്കിൽ നമ്മൾ എത്ര നേരവും വേണമെങ്കിൽ നിന്നോളും. മൈനോറിറ്റി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് കണ്ടില്ലേ നിങ്ങൾ, രക്ഷിതാക്കളൊക്കെ പോയിട്ട് ഇങ്ങനെ ക്യൂ നിന്നത് ഓർമ്മ ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളത്. ഒരു കുട്ടിക്ക് പാസ്സായി വന്നാൽ ഒരു കുട്ടിക്ക് കിട്ടാവുന്ന 300-400 റുപ്യ, അത് ഈ ഒരു റഹ്മത്തിൻ്റെ എത്ര ചെറിയ ഭാഗം ആലോചിക്കണം. കാരണം നിങ്ങളെയൊക്കെ സ്വന്തം പേരിലുള്ള ആസ്തി, കോടിക്കണക്കിന് ഉറുപ്പയുള്ള ആസ്തിയുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ നമ്മളെ കുട്ടിക്ക് ഗവൺമെൻറ് നൽകാമെന്ന് പറഞ്ഞ ഈ സ്കോളർഷിപ്പ് എത്ര ചെറുതാ. എന്നിട്ട് ഇതിന് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെ മുദ്രപത്രത്തിന് ക്യൂ നിൽക്കുന്നു. റെഡി, ഒരു ചടപ്പുമില്ല. ആഖിറത്തിൽ 99 അനുഗ്രഹം തരാം. ഒരു 10 മിനിറ്റ് ഒരു സദസ്സിൽ വന്നിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റെഡിയല്ല. സംഗതിയുടെ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ദുനിയാവിലെ ഒരനുഗ്രഹത്തിൻ്റെ പൊട്ടും തെല്ലും അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മനുഷ്യനെ കൊല്ലാൻ തയ്യാറാണല്ലേ. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. കോഴിക്കോട് ജില്ലയിൽ വെച്ച് നടന്ന, ചെറുവാടിയിൽ വെച്ച് നടന്ന സൂറത്തുൽ മആരിജ് ദശദിന പ്രഭാഷണം, സൂറത്തുൽ മആരിജ് വ്യാഖ്യാനം, അൽഹംദുലില്ലാ 8000-ഓളം ആളുകൾ ഓരോ ദിവസവും ആ സദസ്സിൽ പങ്കെടുത്തിരുന്നു. ഒരു വലിയ സംഭവമാണ്. ഇപ്പോൾ 4 വർഷമായി നടക്കുന്നു, 4ാമത്തെ വാർഷികം. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ആദ്യത്തെ കൊല്ലം യാസീൻ, 2ാമത്തെ കൊല്ലം സൂറത്തു നൂർ, 3ാമത്തെ കൊല്ലം സൂറത്തു സജ്ദ, ഇക്കൊല്ലം സൂറത്തുൽ മആരിജ്. സൂറത്തുൽ മആരിജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ സർവ്വ കാര്യങ്ങളും ആ സൂറത്തിനകത്തുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൂറത്ത് മുഴുവനുള്ള പ്രഭാഷണം അതിൻ്റെ DVD ആയിരിക്കും. നിങ്ങളത് വാങ്ങണം. എത്രയോ ദിവസം ഇരുന്ന്, എന്ന് പറഞ്ഞാൽ 10-20 ദിവസം നിങ്ങൾക്ക് ഇരുന്ന് കേൾക്കാനുള്ള വയലുണ്ടത്. അത് നിങ്ങൾ പരമാവധി കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയാൽ, ഇനി ഒരാൾക്ക് കഴിയില്ലെങ്കിൽ 2 ആൾ കൂടിയിട്ടൊന്ന് വാങ്ങുക, അല്ലെങ്കിൽ ഒരാൾ വാങ്ങിയിട്ട് 10 ആളിലേക്ക് അത് എത്തിക്കുക. നമുക്ക് ആവശ്യം അത് കുറേ ആളുകൾ കേൾക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ ഒരു 100-200 റുപ്യ കൊടുത്താൽ, 210 റുപ്യാണ് അതിൻ്റെ വില, ഒരു 200 റുപ്യ കൊടുത്താൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് 20 ദിവസത്തെ വയലാണ് കിട്ടുന്നത്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്തായാലും സാധിക്കുന്നവരത് വാങ്ങണമെന്ന് കൂട്ടത്തിൽ ഒരു ചെറിയ ഉണർത്തൽ അത് മാത്രം നടത്തിയതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ദുനിയാവിൻ്റെ ഒരു റഹ്മത്തിൻ്റെ പൊട്ടും തെല്ലും കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരറ്റം എവിടെന്നെങ്കിലും ഒന്ന് ചെത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ കൊന്ന് നമ്മൾ 99 അനുഗ്രഹം നഷ്ടപ്പെടുത്തുക അല്ലേ. മനുഷ്യനെ കൊന്നാൽ 99 നഷ്ടപ്പെടും, ഉറപ്പല്ലേ. ഒരു മൂമിനെ കൊന്നാൽ സമ്പത്തിന് വേണ്ടി കൊല ചെയ്യപ്പെട്ടയാൾ ഷഹീദാണ്, കൊന്നവൻ കാലാകാലം നരകത്തിലാണ്. അങ്ങനെയല്ലേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത്, മൂമിനെ മനഃപൂർവ്വം കൊന്നാൽ അവൻ നരകത്തിലാണ്. കൊല്ലപ്പെട്ടവനോ സമ്പത്തിൻ്റെ സംരക്ഷണാർത്ഥത്തിൽ കൊല്ലപ്പെട്ടാൽ അത് അള്ളാഹു സമ്പത്തിന് നൽകിയ വിലയാ. എൻ്റെ കയ്യിൽ ഒരു 2 ലക്ഷം ഉറുപ്പുണ്ട്, നിങ്ങളെൻ്റെ കാറിന് കൈ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഏതോ ഒരു ആള്, ഒരു ദ്രോഹി, ഞാൻ തരൂല എന്ന് പറഞ്ഞു. എൻ്റെ അധ്വാനാണ്, എൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ്, തരൂല എന്ന് പറഞ്ഞു. അവൻ നേരിട്ടു, ഞാനും അവനുമായിട്ട് ഏറ്റുമുട്ടി, ഞാൻ മരിച്ചു. എൻ്റെ വിധി ഹലാലായ പൈസയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊല്ലപ്പെട്ടതെങ്കിൽ ഞാൻ ഷഹീദാണ്. മുത്തുനബി പറയുന്നു, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സമ്പത്തിൻ്റെ സംരക്ഷണാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവൻ ഷഹീദാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ആഖിറത്തിലെ ഷഹീദാണ്, ആഖിറത്തിലെ ശുഹദാക്കളുടെ കൂടെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പ്രത്യേക വികാരമുണ്ട്. ഞാൻ അവസരോചിതം അത് പറഞ്ഞു പോയതാണ്, പക്ഷേ അത് പറയുമ്പോൾ ഒരു പ്രത്യേക വികാരമുണ്ട്. നേരത്തെ സഖാഫിയുടെ അനുസ്മരിച്ചു. ഈ സദസ്സിന് പേര് കൊടുത്തിട്ടുള്ളത് അതുപോലെയുള്ള ഒരു സഹോദരൻ, സമ്പത്ത് കവർച്ച ചെയ്യാൻ വേണ്ടി വന്നവർ, ആരോ സാമൂഹ്യദ്രോഹികൾ ആരോ കൊന്നിട്ടു എന്ന് കേട്ടു. അല്ലാഹുവേ, ആ സഹോദരന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അദ്ദേഹത്തിൻ്റെ ദറജ നീ ഉയർത്തണേ അല്ലാ.
ആളുടെ മക്കൾ ഒരുപക്ഷേ ഈ സദസ്സിലുണ്ടാകും. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറുമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു ഷഹീദാണ്. മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. സമ്പത്തിൽ കാരണമായിട്ടൊരാൾ കൊല്ലപ്പെട്ടാൽ അയാൾക്ക് അനുവദിക്കപ്പെട്ടതോ അയാൾക്ക് വിഹിതമായതോ ആവണം, അവിഹിതമാകരുത്. എങ്കിൽ ആ കൊല്ലപ്പെട്ടാൽ ആ മനുഷ്യൻ ഷഹീദാണ്. നല്ല മനുഷ്യനായിരുന്നു എന്ന് കേട്ടു, എനിക്ക് പരിചയമല്ല. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? ബഷീർ ഹാജി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും ഇത് പഠിപ്പിച്ചു. എവിടെ ഏതറ്റം വരെയും പോകും. അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതിയൽ മാൽ. സ്വദഖ റസൂലുള്ളാഹി. ഓരോ ഉമ്മത്തും തകരാൻ ഓരോ കാരണമുണ്ട്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത തകർന്നത് സ്വവർഗരതി ഭ്രാന്താണ്. സ്വവർഗരതി ഭ്രാന്ത് തലക്ക് പിടിച്ചപ്പോൾ അള്ളാഹു ആ രാജ്യം തന്നെ എടുത്തിട്ട് പപ്പടം മറിക്കും പോലെ മറിച്ചിട്ടു. സഡോം, അവിടെയാണ് ഇന്ന് ഡെഡ് സീ. അവരെ മറച്ചിട്ട് ആ സ്ഥലത്ത് ആ ഡെഡ് സീ ഉള്ളത്, ചാവുകടലുള്ളത്. എന്നേക്കൊരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു ആ രാജ്യത്തെ വെച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് ചാവുകടൽ. ഇന്നും അതൊരു ദൃഷ്ടാന്തമായിട്ട് നിലകൊള്ളുക. എന്നതുപോലെ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത തകരാൻ ഒരു കാരണമുണ്ട്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത തകരാൻ ഒരു കാരണമുണ്ട്. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത തകരാൻ ഒരു കാരണമുണ്ട്. ഓരോരുത്തർക്കും ഉണ്ട് ഓരോ കാരണം. നബി തങ്ങൾ പറഞ്ഞു, മുസീബത്തു ഉമ്മതിയൽ മാൽ. എൻ്റെ ഉമ്മത്ത് തകരാനുള്ള ഏറ്റവും വലിയ ദുരന്തം പണമാണ്, പണമാണ്, പണമാണ്. പണത്തോടുള്ള കൊതി എൻ്റെ ഉമ്മത്തിനെ നശിപ്പിക്കും. അവിടെ മനുഷ്യനെ കൊല്ലാൻ, പണത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലാൻ തയ്യാറാകും. നോക്ക് നിങ്ങൾ, മുസീബത്തു ഉമ്മതിയൽ മാൽ. ഏതൊരു കൊലപാതകത്തിൻ്റെയും അടിത്തറ അന്വേഷിച്ച് നാം പോകുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനം അന്വേഷിച്ച് നാം പോകുമ്പോൾ പലപ്പോഴും എത്തിപ്പെടുന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതിൻ്റെ അസ്ഥിവാരം എത്തിപ്പെടുന്നത് ധനമോഹത്തിലാണ്, അല്ലേ? പലപ്പോഴും അങ്ങനെയാ. സമ്പത്ത് കിട്ടാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. ഫിത്നതു ഉമ്മതിയൽ മാൽ. എത്ര വലിയ അർത്ഥമുള്ള വാക്കാത്, അല്ലേ? 10-20 കൊല്ലം ഇവനും വേണ്ടി 4-5 മക്കളെ അല്ലെങ്കിൽ 5-6 മക്കളെ പെറ്റിട്ട് പോറ്റി വളർത്തി, ഇവനും വേണ്ടി വസ്ത്രം അലക്കിക്കൊടുത്ത് ഇവന്റെ വീട് വൃത്തിയാക്കി ഇവന്റെ മുതലും കാര്യവും നോക്കി ഇവന് സുഖജീവിതവും പങ്കുവെച്ച് ജീവിച്ച ഒരു പെണ്ണ്. 20 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ പറയാ, അന്ന് ഉമ്മയും ഉപ്പയും പറഞ്ഞ സ്ത്രീധനത്തിൽ ഒരു 2 പവനും കൂടെ കിട്ടാൻ ബാക്കിയുണ്ട്, എന്നിട്ട് മൂലയിലിട്ട് ചവിട്ടിക്കൂട്ടി വീട്ടിൽ കൊണ്ടേയാക്കുക. ഫിത്നതു ഉമ്മതിയൽ മാൽ. ബാക്കിയുള്ളതൊക്കെ അത് മറന്നു ഈ 2 പവൻ ആലോചിച്ചപ്പോൾ. എന്തൊരു കരുണയില്ലാത്ത മനസ്സാണിത്. ഉമ്മത്തിന്റെ വലിയ ദുരന്തമാണ് പണം. പണക്കൊതി മനുഷ്യനെ നശിപ്പിക്കും. ഇയ്യാക്കും വത്തമഅ. ആർത്തിയെ നിങ്ങൾ പേടിക്കണം. ഫഇന്നഹു ഹുവൽ ഫഖർ. ആർത്തി ദാരിദ്ര്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആർത്തി ദാരിദ്ര്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആർത്തിയുണ്ടോ ആ മനുഷ്യൻ രക്ഷപ്പെടൂല. ആർത്തിയുള്ള മനുഷ്യന്മാർ രക്ഷപ്പെടുകയില്ല, ഒരിക്കലും രക്ഷപ്പെടൂല. ആർത്തിയുള്ളവർ പരാജയപ്പെടും. അവന് ദാരിദ്ര്യം ഉണ്ടാകും. ഇത് നിങ്ങൾ വിയോജിക്കുന്നവരും യോജിക്കുന്നവരും ഉണ്ടാകും. ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. എന്താ കാരണം? ഇവിടെ ഉസ്താദെ ഒരു ആർത്തിയുള്ള ആചാര്യണ്ടല്ലോ, മൂപ്പർക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എവിടെ ഫഖർ എന്ന് ചോദിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. സമയമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ, പറയാം. ആദ്യമായിട്ട് ഞാൻ പറയുന്ന അക്ഷരാർത്ഥത്തിൽ ഫഖർ തന്നെ ഉണ്ടാകുന്നു. ആർത്തി ഉണ്ടായ എനിക്കതിന് നല്ലൊരു ഉദാഹരണം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് നല്ല സുഖമാണ്, ഇപ്പം നല്ല സുഖമാണ്. എന്തെന്ന് ചോദിച്ചു. അദ്ദേഹം താമസിക്കുന്ന 5 സെൻറ്റ് വീടും സ്ഥലവും 5 സെൻറ്റ് സ്ഥലവും വീടും അതയാൾ വിറ്റു. എത്ര റുപ്യക്കാണ് വിറ്റത്? 10 ലക്ഷം റുപ്യക്ക്. 10 ലക്ഷം റുപ്യക്ക്. അന്ന് 7 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ നാട്ടിലൊരു ഉള്ളേരിയയിലുള്ള സ്ഥലവുമാണ് പറഞ്ഞത്. എവിടുന്ന 5 സെൻറ്റ് സ്ഥലവും ഭൂമിയും 5 സെൻറ്റ് ഭൂമിയും സ്ഥലവും 10 ലക്ഷത്തിന് കിട്ടുക നിങ്ങൾ ആലോചിക്കരുത്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. കാരണം ഇന്നത്തെ കാലം അതാണ്. 10 ലക്ഷത്തിന് വിറ്റു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇതൊരു ഷെയർ ബിസിനസ്സിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഓരോ മാസവും 1,50,000 ലാഭം വരുന്ന ഒരു ഷെയർ ബിസിനസ്സിൽ ഇയാൾ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അതാ അയാൾ പറഞ്ഞത്, ഇപ്പം എനിക്ക് നല്ല സുഖമാണ് ഉസ്താദേ. ഞാൻ ചോദിച്ചു, ഇത്ര വലിയൊരു വിഡ്ഢിത്തം നിങ്ങൾ ചെയ്തോ? കാരണം അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സ്ഥായിയായ വരുമാനങ്ങൾ അത് മാറ്റുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒന്നാക്കി മാറ്റണം. വിറ്റ് തിന്നരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഹദീസിലുള്ളതാ. ഇതൊന്നും കാരണവന്മാരുടെ പഴഞ്ചൊല്ലുകൾ മാത്രമല്ല, ഹദീസിൽ തന്നെ ഉണ്ട്. അങ്ങനെ
വിറ്റ് തിന്നാൻ നോക്കരുത്, അത് വലിയ അപകടമാണോ. പെട്ടെന്ന് തീർന്നു പോകും, ആള് പാപ്പറായി പോകും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തൊരു വിഡിത്താ ചെയ്ത്? അപ്പോൾ അയാൾ അന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദേ എങ്ങക്കുണ്ടോ കാറ്റ്? നിങ്ങളെന്താ ഈ പറയണത്? ഞാൻ 2500 റുപ്യ കൊണ്ട് കഷ്ടപ്പെട്ട് എത്തിയില്ല എന്നുള്ള നിലക്ക് നീണ്ടു വലിഞ്ഞിങ്ങനെ ജീവിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. നിങ്ങൾക്കിപ്പോൾ എനിക്ക് വീടും പറമ്പില്ല എന്നല്ലേ ഉള്ളൂ. 2500 റുപ്യ വാടകക്ക് എനിക്കുള്ളതിനേക്കാൾ സുന്ദരമായൊരു വീട്ടിൽ ഞാൻ താമസിക്കുന്നു. 2500 റുപ്യ വാടക കൊടുത്താൽ മതി. 2500 റുപ്യക്ക് പഴയതുപോലെ ജീവിക്കും ചെയ്യുന്നത്. 45,000 ബാക്കിയാണ് ഇയാളുടെ ഭാഷ. കാരണം 10 ലക്ഷത്തിന് 1 ലക്ഷത്തിന് 5,000 കിട്ടുന്നുണ്ട്, 10 ലക്ഷത്തിന് 50,000 റുപ്യക്ക് വരുമാനമുണ്ട്. 45,000 എനിക്ക് എല്ലാ ചെലവും കഴിച്ചിട്ട് ബാക്കിയാ. ഇത്ര സുഖം വേറെ എവിടുന്നാ കിട്ടുക? ഞാൻ അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, 1 ലക്ഷത്തിന് 5,000 എന്ന് കറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പലിശയാകൂലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അല്ല അങ്ങനെയല്ല, ചില മാസം 5,000 ആണ്, ചില മാസം 5,100 ആണ്, ചില മാസം 4,800 ആണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി. മസ്അല ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒപ്പിക്കണം എന്ന് മൂപ്പര് മനസ്സിലാക്കി വെച്ചത്, അല്ലെങ്കിൽ കൊടുക്കുന്നവർ മൂപ്പരങ്ങനെ ഒപ്പിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മസ്അല കൊണ്ട് റെഡി, പിന്നെ നമുക്ക് അതിലൊന്നും പറയാനില്ല. അപ്പോൾ മസ്അല റെഡിയാ പ്രത്യക്ഷത്തിൽ. അതുകൊണ്ട് ഇനി നിയമവിലക്കുകളുടെ കാര്യം അയാളോട് പറയാനില്ല. ഞാൻ അയാളോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു കാലത്ത് ഇത് പൊളിയാണെങ്കിൽ, ഈ ബിസിനസ് പൊളിയാണെങ്കിൽ നിങ്ങൾ സഹിക്കുമോ? അന്ന് അയാൾ വായ നിറച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, വലിയ വായിൽ അയാൾ ചോദിച്ചു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഉസ്താദേ ബിസിനസ് പൊളിയുമ്പം സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ കച്ചവടം ഹലാലാകുമോ? വായ നിറച്ച് ചോദിച്ചതാ. ചുരുക്കി പറയാ, ബിസിനസ് പൊളിഞ്ഞു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബിസിനസ്സാണ്, ബിസിനസ്സിൻ്റെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ആ ബിസിനസ് പൊളിഞ്ഞു. പൊളിഞ്ഞപ്പോൾ ഈ സാധു പിന്നെ കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് പറയാം, ഉസ്താദേ ആ മുടക്കുമുതൽ ഇങ്ങോട്ട് കിട്ടേണ്ടിയിരുന്നു. ഇത് പൊളിയാണെങ്കിൽ സഹിക്കാൻ തയ്യാറില്ലെങ്കിൽ കച്ചവടം ഹലാലാവുമോ എന്ന് ചോദിച്ച ആളാ. ഇപ്പൊ ഭയങ്കര ബേജാറ്. ഏതായാലും നോവുന്ന മനസ്സിനെ വീണ്ടും കുത്തി നോവിക്കരുത്. ഞാൻ അയാളോട് ചോദിച്ചു, അല്ല പ്രിയപ്പെട്ട സഹോദരാ, പ്രതീക്ഷ ഉണ്ടല്ലോ, നിങ്ങൾ എന്നാ ഇതിൽ കൂടിയത്? അയാൾ പറഞ്ഞു, 7 കൊല്ലം മുമ്പ് ബിസിനസിന്റെ തുടക്കത്തിലുണ്ട്. 7 കൊല്ലം കഴിയുമ്പോൾ അത് പൊളിഞ്ഞത്. 7 കൊല്ലം മുമ്പ് ഞാൻ അതിലുണ്ട്. അത് ശരി, 7 കൊല്ലം മുമ്പുണ്ടല്ലേ? 7 കൊല്ലം മുമ്പുണ്ടെങ്കിൽ ഓരോ മാസത്തിലും 50,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ല, കൂടുതൽ ഖേദിക്കാനൊന്നുമില്ല. സംഗതി എത്രയോ ലാഭമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്, ബേജാറില്ലല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദേ അതാണ് പരമദുഃഖം, അതാണ് പരമസങ്കടം. ഇത് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തല്ലും. എന്തേന്ന് വെച്ചു? ഉസ്താദേ ഞാൻ 2,500 റുപ്യക്ക് 2,500 റുപ്യ വാടക കൊടുത്തു വീടിന്. 2,500 കൊണ്ട് പഴയതുപോലെ ജീവിച്ചു. ജീവിത നിലവാരമൊന്നും തീരെ ഉയർന്നില്ല, അതുപോലെ തന്നെ ജീവിച്ചു. ബാക്കി 45 ഓരോ മാസവും ഞാൻ അവിടെ തന്നെ ഒലത്തി ഉസ്താദേ, അവിടെ തന്നെ നിക്ഷേപിച്ചു. ഒലത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ഭാഷയാണ്, അത് വളരെ വിഷമം പിടിച്ചൊരു ഭാഷയാണ്. ഞാനത് അവിടെ തന്നെ കൊണ്ടുപോയി ഒലത്തി, അവിടെ തന്നെ നിക്ഷേപിച്ചു. ഉസ്താദേ എന്തേ കാരണം? 2 മാസമായിട്ട് വെച്ചാൽ വീണ്ടും 1 ലക്ഷം, അപ്പോൾ എനിക്ക് വീണ്ടും വരുമല്ലോ 5,000. ഇതാ ഞാൻ കണക്ക് കൂട്ടിയത്. ഇയ്യാക്കും വത്തമഴ്, ആർത്തിയെ പേടിക്കണം. ഫഇന്നഹു ഹുവൽ ഫഖർ, ആർത്തി ദാരിദ്ര്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സഹോദരന്റെ മുമ്പില് ഈ ഹദീസിന് വിശദീകരണം വേണ്ട, ഓതി അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. അയാൾ തലയല്ല കുമ്പയടക്കം കുലുക്കും. റെഡി, യെസ്, കറക്റ്റ് എന്ന് അയാൾ പറയും. അള്ളാന്റെ ഹബീബ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ആർത്തിയാണല്ലോ ഇയാളെ പറ്റിച്ചത്. 50,000 ഇയാൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും ഇയാൾക്ക് കരയേണ്ടിയില്ലായിരുന്നു. ആർത്തിയുണ്ടായാൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ദാരിദ്ര്യം വരും. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ നാട്ടിലൊരു ആക്രക്കാരനുണ്ട്. ഈ ആക്ര മൂത്ത ഹാജി ഒരിക്കലും ക്ഷീണിക്കുന്നില്ല, അയാൾ തടിച്ച് വരിക. അവിടെയും പറയാനുണ്ട്. അതിന് എങ്ങനെയാ മഹാന്മാർ മറുപടി കൊടുത്തത് അറിയോ? നിങ്ങൾ ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ, ഈ പണം എന്തിനാ ഈ പണം? ഇത് ഇയാൾ കഫംപുടയെ കെട്ടിപ്പോഞ്ഞു കൊണ്ടുപോകില്ല. അപ്പൊ പണം എന്തിനാണ്? ജീവിക്കാനാ പണം. ഇയാൾ പണം ഉണ്ടായിട്ടും ജീവിക്കൂല, മര്യാദക്കൊരു നേരം ഭക്ഷണം കഴിക്കോ ഇല്ല, കാരണം പണം കുറയോ എന്ന് പേടിച്ചിട്ട്. ഭാര്യ രോഗിയായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ? ഇല്ല. തൊട്ടടുത്ത് 100 റുപ്യക്ക് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു ചെറിയ പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ ഭാര്യ രോഗിയാണെന്ന് കേട്ടാൽ, രോഗിണിയാണെന്ന് കേട്ടാൽ ഉടനെ വന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു, വേണ്ട ചികിത്സ നൽകി. ഇവിടെയോ 10,000 ലക്ഷങ്ങൾ കോടികൾ കയ്യിലിരിക്കുന്ന ഈ ആചാരോ ഭാര്യ സുഖല്ല എന്ന് പറയുമ്പോൾ, ഒരു ദിവസം കൂടെ ചുക്കുവെള്ളം കുടിച്ചു നോക്ക് എന്ന് പറയാ. ഫഇന്നഹു ഹുവൽ ഫഖർ,
ഇത് കയ്യിലുണ്ടായിട്ട് കാര്യമുണ്ടോ? ദരിദ്ര ജീവിതമായിരിക്കും അയാൾക്കുണ്ടാവുക. ദാരിദ്ര്യത്തിൻ്റെ നിഴൽപ്പാടുകൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് അകലൂല. ഒരു തേങ്ങ അരക്കുവോ കറിയിൽ? ഇല്ല ഇല്ല. നല്ലൊരു കുപ്പായിടോ? ഇല്ല. ഉള്ളതിനനുസരിച്ച് നല്ല കുപ്പായം വേണം, നല്ല വാഹനം വേണം, നല്ല വീട് വേണം, നല്ല ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതല്ലേ? അതൊന്നും ഇയാൾ ചെയ്യൂല. അപ്പൊ എന്താ? ഇത് കെട്ടിക്കൂട്ടി ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അയാൾ ദരിദ്രനായിട്ടാ ജീവിച്ചത്. അയാളെക്കാൾ ഭേദം ഉള്ളതിനനുസരിച്ച് ജീവിക്കുന്ന 100 റുപ്പിക ദിവസം ഒപ്പിക്കുന്ന ഈ സാധുവാണ്. ഇയ്യാകും വത്തമഅ ഫഇന്നഹു ഹുവൽ ഫഖർ സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി. എത്ര നല്ല വാക്ക്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് ആർത്തി നമുക്ക് പലപ്പോഴും അപകടം ചെയ്യും. അങ്ങനെ തന്നെ ആലോചിച്ചോളൂ, ആർത്തി അപകടം ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആർത്തി കുറയുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. ആർത്തി ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പെടുത്തി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവിശ്വാസി അള്ളാഹുവിൻ്റെ അടുത്തുള്ള ഈ 99 റഹ്മത്തുകളുടെ വലിപ്പം അറിയുകയാണെങ്കിൽ ലം യയ്അസ് മിനൽ ജന്ന, അയാൾ സ്വർഗത്തെ തൊട്ട് നിരാശനാവില്ല. വലൗ യഅലമുൽ മുഅ്മിനു ബികുല്ലില്ലദി ഇൻദല്ലാഹി മിനൽ അദാബ്, ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ അടുത്ത് റെഡിയായി നിൽക്കുന്ന ശിക്ഷയുടെ കടുപ്പവും അറിയുകയാണെങ്കിൽ ലം യഅ്മൻ മിനന്നാർ, അയാൾ നരകത്തെ തൊട്ട് നിർഭയനുമാവില്ല. സദഖ റസൂലുള്ളാഹി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അപ്പൊ 99 അനുഗ്രഹങ്ങളും കൂടെ കളിയാടുന്ന പരലോകം എത്ര സമൃദ്ധമായിരിക്കും, എത്ര സമ്പൂർണമായിരിക്കും. അതേ, ഊഹാതീതമാണ് ആ ലോകം. അതല്ലേ മുത്തുനബി പറഞ്ഞത്, ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അതേ, ഫീഹാ മാ ലാ ഐനുൻ റഅത്, ആ സ്വർഗത്തിൽ നാളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ്. കണ്ണ് മുളച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒരു അനുഗ്രഹം കണ്ടിട്ടുണ്ടാകൂല. വലാ ഉദുനുൻ സമീഅത്, ചെവി മുളച്ചിട്ട് അത്തരം ഒരു അനുഗ്രഹത്തെ പറ്റി കേട്ടിട്ടുണ്ടാവൂല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഹൃദയമുണ്ടായിട്ട് അത്തരം ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവൂല. ഇതാണ് സ്വർഗലോകം. സദഖ റസൂലുള്ളാഹി. കാരണം ശരിയല്ലേ, നമ്മൾ ഒരു റഹ്മത്ത് മുഴുവൻ നമുക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ തെല്ലും പൊട്ടുക നമുക്ക് കിട്ടിയത്. അതിൻ്റെ സൈഡിലൂടെ ഓരങ്ങളിലൂടെ ഉള്ള യാത്രയാണ് ഈ ദുനിയാവിൽ. അപ്പോൾ ഇന്ന് 99 ഒരുമിച്ച് എടുത്ത് വരുമ്പോൾ നമ്മൾ അന്തിച്ചു പോകൂലേ? തീർച്ചയാണ്. അള്ളാഹു ആ ലോകം അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ സദസ്സിൻ്റെ ബർക്കത്തുണ്ട്. ഈ സദസ്സിൻ്റെ ഓരം പറ്റി നിൽക്കുന്ന മാലാഖമാരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാ, ഇൽമിൻ്റെ മജ്ലിസിലുണ്ടാവും, ഖുർആൻ ചർച്ച ചെയ്യുന്ന സദസ്സിൽ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഏതർത്ഥത്തിലും ഈ സദസ്സിൽ മാലാഖമാരുണ്ടാവണം. ആ മാലാഖമാരുടെ ഹക്കുണ്ട്. പടച്ചോനെ, അവരുടെ ബർക്കത്തുണ്ട്. ഞങ്ങളെ നീ സ്വർഗ്ഗക്കാരിൽ പെടുത്തണേ അല്ലാ, സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാ, സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാ. ഈ ഒരു ബോധം, 99ഉം 1ഉം തമ്മിലുള്ള അന്തരം, ഇത് തലക്കു പിടിച്ചവർ എല്ലാം ഒഴിവാക്കി ആ 99 നേടാൻ ശ്രമിച്ചു. നാടും വീടും ഏർപ്പാടും സമ്പത്തും എല്ലാം ത്യജിച്ചു. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാ, തീർച്ചയായിട്ടും വിശ്വാസ ബോധം തലക്കു പിടിച്ചവർ നാടും വീടും കുടുംബവും വിട്ടേച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമര പോരാളികളായിട്ട് ഹിജ്റ പോയ ആളുകള്, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കുന്നവരാണ്. ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കാവുന്നവരാണ് അവര്. വല്ലാഹു ഗഫൂറുർ റഹീം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സംഗതി വിഷയമാണ്. ഈമാനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം ത്യജിക്കാനുള്ള തയ്യാറെടുപ്പുകളും എല്ലാം ഉള്ളവരാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്, വല്ലാഹു ഗഫൂറുർ റഹീം. അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നുപോയെങ്കിൽ
ആ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുക്കാൻ തയ്യാറാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എല്ലാം ഉപേക്ഷിച്ചു പോയി. ആരായിരുന്നു? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മക്കത്തെ ഏറ്റവും വലിയ ധനാഢ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ മകനാണ് മുസ്അബ് ഇബ്നു ഉമൈർ. വലിയ സമ്പന്നനായിരുന്നു. ഇയാളുടെ അനുജൻ അപ്പുറത്ത് തന്നെ നിന്ന ആളാണ്. ഇയാൾ ഇസ്ലാമിലേക്ക് വന്നു. വലിയ സമ്പന്നനായിരുന്നു. അങ്ങനെ മക്കത്ത് താമസിക്കാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ നബിയും സഹാബത്തും ഒക്കെ മദീനയിലേക്ക് പോകുമ്പോൾ ഇയാളും പോരാൻ നിർബന്ധിതനായി. അവസാനം പോകുന്ന ബാച്ചിലാണ് ഇയാളൊക്കെ പെടുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇയാളുടെ ഒരുപാട് സമ്പത്തുണ്ടല്ലോ, പരമാവധി ഇയാളുടെ സ്വർണവും വെള്ളിയും, സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ കെട്ടിക്കൂട്ടി സമ്പത്ത്, അതും തന്നെ ഡ്രസ്സുണ്ട്, മറ്റുള്ള സംഗതികളുണ്ട്, എല്ലാം കൂടെ എടുത്തിട്ട് പാവപ്പെട്ട ആ മുഹാജിറുകൾക്ക്, മദീനത്തുള്ള മുഹാജിറുകൾക്കും കൊടുക്കാലോ എന്ന് കരുതിയിട്ട് ഒട്ടകപ്പുറത്ത് ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ശത്രുക്കൾ തടഞ്ഞു വെച്ചിട്ട് ചോദിച്ചു, എങ്ങോട്ടാ മുസ്അബ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ എൻ്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി എൻ്റെ നേതാവ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടി മദീനയിലേക്കാണ്. മദീനത്തേക്കോ? നിന്റെ ആദർശവുമായി നീ അങ്ങ് നടന്നോ. പോകണമെങ്കിൽ ഈ സമ്പത്ത് മുഴുവൻ ഞങ്ങളെ മണ്ണിൻ്റേതാണ്, മക്കയുടെ സമ്പത്താണിത്. അതുകൊണ്ട് ഇത് മദീനത്തേക്ക് വലിച്ചു കൂട്ടാൻ അനുവദിക്കൂല. അങ്ങനെ പോകണമെങ്കിൽ നിനക്ക് നിന്റെ ഒറ്റാന്തടിയുമായി പോവാം. ഒരൊറ്റ ഡ്രസ്സല്ലാതെ രണ്ടാമത്തെ ഒരു ഡ്രസ്സ് പോലും അനുവദിക്കില്ല. പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ കൊന്നുകളയും. മഹാനവറുകൾ പറഞ്ഞു, എല്ലാം എടുത്തോ, എന്നെ വിട്ടുതരോ, എൻ്റെ കൽബും എൻ്റെ ഈമാനും വിട്ടുതരോ. ഒറ്റ തുണിയിൽ ഒറ്റ മുണ്ടിലാ വരുന്നത്. അതാ നടന്നു വരുന്നു, വാഹനം പോലുമില്ല. ആര്? ലോകത്തെല്ലാം അനുഭവിച്ച വലിയ ഒരു മുതലാളി. എല്ലാം ഉപേക്ഷിച്ച് ഈമാനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് നടന്നു വരുമ്പോൾ അതാ എത്ര കിലോമീറ്റർ നടക്കണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. 500ഓളം കിലോമീറ്റർ ഉണ്ട്. ഇത് കുറുക്കു വഴികളാകുമ്പം കിലോമീറ്ററുകൾ കുറഞ്ഞേക്കാം, എന്നാലും എത്രയുണ്ടാകും? നീ മദീനയിലേക്ക് നടന്നു വരുമ്പോൾ അതാ ഉടുതുണിക്ക് മറുതുണിയില്ല എല്ലാ അർത്ഥത്തിലും. അപ്പോഴാണ് വഴിയിൽ നിന്ന് ഒരാട്ടിൻ തോല് ഉറക്കിട്ട് ശുദ്ധിയാക്കി ഒരാട്ടിൻ തോല് കിട്ടി. ആ ആട്ടിൻ തോലാണ് മദീനയിലേക്ക് എത്തുമ്പോൾ മാറി ധരിക്കുമ്പം മദീനയിലേക്ക് എത്തുമ്പോൾ അന്ന് ധരിച്ചത് ആ ആട്ടിൻ തോലിൻ്റെ നടു തുളച്ചിട്ട് ആ തുള കഴുത്തിലേക്ക് ഇറക്കിയിട്ട് ആ ആട്ടിൻ തോല് കൊണ്ട് പുതച്ച് കൂട്ടിപ്പിടിച്ച് തൻ്റെ ശരീരം മറക്കാൻ പ്രയാസപ്പെടുന്നു. ഒരു തെണ്ടിപ്പൊറുക്കിയുടെ ലുക്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്അബ് ഇബ്നു ഉമൈർ മദീനത്തെ പള്ളിയിൽ ഹബീബ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മദീന പള്ളിയുടെ ഒരു തൂണിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് മുത്തുനബി അങ്ങ് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നോക്കൂ, സ്വർഗാവകാശിയെ കാണണമെങ്കിൽ ഈ മനുഷ്യനെ നോക്കാ. മുസ്അബിനെക്കാൾ അടിച്ച് പൊളിച്ച് സുഖാഡംബരങ്ങളിൽ ജീവിച്ച ഒരു ചെറുപ്പക്കാരനെ മക്കത്ത് ഞാൻ വേറെ കണ്ടിട്ടില്ല. ആദർശബോധം ഈ മനുഷ്യനിൽ ഉണ്ടാക്കിയ മാറ്റം കാണണമെങ്കിൽ, പരിവർത്തനം കാണണമെങ്കിൽ നോക്കൂ ഈ മനുഷ്യനെ, പച്ച ഫഖീറായ ഈ മനുഷ്യനെ നോക്കിക്കോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തിരിച്ചറിഞ്ഞവർ ഇങ്ങനെയായി. അല്ലാഹുവേ, ആഖിറം നഷ്ടപ്പെടുത്തരുത് റഹ്മാനെ, ആഖിറം നഷ്ടപ്പെടുത്തരുത് റഹ്മാനെ, ആഖിറം നഷ്ടപ്പെടുത്തരുത് റഹ്മാനെ. അല്ലാഹു റഹ്മാനും റഹീമുമാണെന്ന് മനസ്സിലാക്കിയാൽ ഈ നാമങ്ങളിലൂടെ അവൻ്റെ വിശാലമായ റഹ്മത്ത് കാണണം, മനസ്സിലാക്കണം. അവനോടത് ചോദിച്ചു വാങ്ങാൻ കഴിയണം. നമുക്ക് ചോദിക്കാം, റബ്ബേ ഇത്രമാത്രം റഹ്മത്ത് വിശാലമാണെന്ന് ഞങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തിയ നീ, റഹ്മാനും റഹീമുമാണെന്ന് നീ പറഞ്ഞ നീ, റഹ്മതക നർജു, പടച്ചവനെ നിന്റെ കാരുണ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലാ, ഞങ്ങൾക്ക് നീ അത് തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ അത് തരണേ അല്ലാ. അത് ഞങ്ങൾക്ക് നീ തടയരുത് റഹ്മാനെ, അത് ഞങ്ങൾക്ക് തടയരുത് റഹ്മാനെ. എന്നാൽ അള്ളാഹുവിൻ്റെ നിസ്തുലമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, അർ-റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പഠിക്കുമ്പോൾ എന്താണ് നമ്മളിലുണ്ടാവേണ്ട മാറ്റം? ഈ സൽഗുണം നമ്മിലേക്കും പകരണം. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ.
റസൂലുള്ളാഹി പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം. അപ്പോൾ ഇർഹംകും മൻ ഫിസ് സമാ, ആകാശത്തിന്റെ അധിപൻ നിങ്ങളോടും കരുണ കാണിക്കും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പം നമ്മളിതിന്ന് പഠിക്കേണ്ട പാഠതാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് കരുണ കാണിക്കണോ? നമ്മൾ വേറുള്ളവരോട് കരുണ കാണിക്കണം, കഷ്ടപ്പെടുന്നവരോട്. അൽഹംദുലില്ലാഹ് ഇവിടെ വരുമ്പം തന്നെ മെഡിക്കൽ കാർഡ് വിതരണോദ്ഘാടനത്തിൻ്റെ വലിയൊരു പോസ്റ്റർ നമ്മുടെ ഈ സ്റ്റേജിന് മുമ്പിൽ ഇതാ കാണുന്നു. സംഘടന നടത്തുന്ന വലിയൊരു സേവനം. ആരോഗ്യപരമായി ക്ഷീണിച്ച് കഴിയുന്ന മാറാരോഗികളായ ആളുകൾക്ക് മെഡിക്കൽ കാർഡ് വിതരണം ചെയ്ത് ഓരോരുത്തർക്കും മാസം തോറും 1000 രൂപയുടെ മരുന്ന് വാങ്ങാൻ, അതുപോലെ അതിലധികം വാങ്ങാൻ, കുറച്ച് ഒക്കെ ഓരോരുത്തരുടെ തോതനുസരിച്ച് അതിനനുസരിച്ച് രോഗത്തിൻ്റെ ഗൗരവവും രോഗത്തിൻ്റെ കടുപ്പവും അതിൻ്റെ കുറവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് സംഘടനയുടെ പ്രവർത്തകർ നിശ്ചയിക്കുന്നു. ഇത്ര രൂപയുടെ മരുന്ന് നിങ്ങൾക്ക് ഓരോ മാസവും വാങ്ങാം. അതിനുള്ള കാർഡ് വിതരണം ചെയ്യുന്നു. അള്ളാഹു ഇത് സംഘടനക്കാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുകയല്ല. സംഘടനക്കാർ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നവരും ഉണ്ടാകും. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. എടുത്തു കൊടുക്കണമെന്നുമല്ല, ഉള്ളവനോട് വാങ്ങിയിട്ടില്ലാത്തവന് കൊടുക്കല. അതിൽ കൊടുത്ത ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. ഇവിടെ ഒന്നും വന്നിരിക്കാത്ത ഒരുപാട് സാധുക്കൾ സ്നേഹപൂർവ്വം അത് കൊടുത്തവരുണ്ടാകും. പടച്ചോനെ അതിൽ സഹായിച്ചവരെ നീ തിരിച്ചു സഹായിക്കണേ അല്ലാ. പടച്ചോനെ നീ തിരിച്ചു സഹായിക്കണേ അല്ലാ. ഇതിനു വേണ്ടി ഊണും ഉറക്കില്ലാതെ നടക്കുന്ന സംഘടനയുടെ നേതാക്കൾ, പടച്ചവനെ ഞങ്ങളെയും അവരെയും നീ നന്നാക്കി തരണേ അല്ലാ. പടച്ചവനെ കാരുണ്യ പ്രവർത്തനം കാരണം പടച്ചവനെ ഞങ്ങളുടെ സംഘടനയ്ക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. നോക്ക് നിങ്ങൾ, ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ, ഈ ഭാഗം പറയുമ്പോൾ എനിക്ക് വിട്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് പറയുകയാണ്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നല്ലൊരു നാക്ക് നൽകി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് സംസാരിച്ചാൽ ആരും വഴങ്ങിപ്പോകുന്ന നല്ല ഒരു നാക്ക് നൽകി എന്ന തിരിച്ചറിവ് കൊണ്ട് അതാ വലിയ ഒരു മനുഷ്യൻ കേരളത്തിൻ്റെ അകത്തും പുറത്തും, ഇന്ത്യയുടെ അകത്തും പുറത്തും ഓടി നടന്ന് പട്ടിണിപ്പാവങ്ങളെ പോറ്റി വളർത്തുന്നു, യതീമുകളെ സംരക്ഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ വലിയ മനുഷ്യൻ ഇനി കേരളത്തിലെ നടുറോട്ടിലിറങ്ങിയിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനുഷ്യത്വം മരവിച്ചു പോകുന്ന സമൂഹത്തിനിടയിലേക്ക് മാനവികതയെ ഉണർത്തുന്നു എന്ന സന്ദേശവുമായി യാത്ര നടത്തുകയാണ്. 76-ലധികം വയസ്സുള്ള ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവർക്കൊരു യാത്ര നടത്താനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഇതൊരു ഉല്ലാസയാത്രയല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനുഷ്യർ മാനവികത മരിച്ചു കിടക്കുന്ന കൽബാണ് മനുഷ്യർക്കുള്ളത്, വറ്റി വരണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യൻ മനുഷ്യർക്കിടയിൽ ഇറങ്ങിയിട്ട് മാനവികതയ്ക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അത് ഫലപ്പെടുമെന്ന് നാം വിശ്വസിക്കുകയാണ്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൂല്യശോഷണം അത് വലിയ തകർച്ചയാണ്. അതുകൊണ്ട് അത് ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത് ജനങ്ങളോട് കാണിക്കുന്ന വലിയ കരുണയാണ്. യതീമക്കളെയും സാധുക്കളെയും സംരക്ഷിക്കുക എന്നത് വലിയ കരുണയാണ്. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക വലിയ കരുണയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞില്ല, ചെറിയ മക്കൾ യതീമായി പോയി, വാപ്പ മരിച്ചുപോയി, യതീമായി സ്കൂളിലും മദ്രസയിലും കൊണ്ടാക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതി നെടുവീർപ്പിടുന്ന വിധവകളോട് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് നിങ്ങളെ മക്കളെ അഡ്രസ്സ് കൊണ്ടുവന്ന് തരൂ. ഹോം കെയർ സിസ്റ്റത്തിൽ നിങ്ങൾ മർക്കസിലേക്ക് വരണ്ട, നിങ്ങളെ മക്കൾ മർക്കസിലേക്ക് വരണ്ട, നിങ്ങളെ മടിയിലിരുന്ന് മക്കൾ പഠിക്കട്ടെ, ചെലവ് മർക്കസ് വഹിക്കും. എന്തൊരു റഹ്മത്തുള്ള മനുഷ്യൻ. ഞാൻ പറയുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദിനോട് യോജിപ്പുള്ളവരാവണമെന്നില്ല, വിയോജിപ്പുള്ളവരും ഉണ്ടാവും. പക്ഷേ ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിക്കണം. ഈ മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട്, അലം നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ ഫലഖതഹമൽ അഖബത വമാ അദ്റാക മൽ അഖബ ഫഖു റഖബ. എന്തുകൊണ്ട് ഞാൻ നല്ല നാക്കും ചുണ്ടും നൽകി അനുഗ്രഹിച്ചിട്ട് സംസാര വൈഭവം കൊടുത്തിട്ട് എന്താ മനുഷ്യൻ അവൻ്റെ കടമ്പ കടന്നു തീർക്കാത്തത് എന്ന് ഖുർആൻ ചോദിച്ചിട്ട് പറയാ. എന്താണ് അവൻ കടന്നു തീർക്കേണ്ട കടമ്പ? ഫഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ. കഷ്ടപ്പെടുന്നവരെ മോചിപ്പിക്കലാണ്, കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് തീർക്കലാണ്, യതീമിനും സാധുവിനും ഭക്ഷണം കൊടുക്കലാണ്. സുമ്മ കാന മിനല്ലദീന ആമനു, പിന്നെ ആദർശബോധമുള്ളവരുടെ കൂട്ടത്തിലും പെടണം. ഇതെല്ലാം ഉള്ള ഒരു മനുഷ്യൻ, ആദർശബോധം അത് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദർശ വ്യതിയാനങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നു. എന്നാലോ കാരുണ്യ പ്രവർത്തനങ്ങൾ
ഞങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുക, പടച്ചോനെ, 2 യതീമക്കൾക്ക് തിന്നാൻ കൊടുത്തവരെ പോറ്റി വളർത്തി അവർക്ക് വേണ്ടത് പ്രായപൂർത്തിയാകോളും കൊടുത്താൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ, ആയിരക്കണക്കിന് യതീമുകളെ സംരക്ഷിക്കുന്ന ഈ മനുഷ്യൻ രക്ഷപ്പെടൂലേ? അദ്ദേഹം ഒരു യാത്ര നടത്തുന്നുവെങ്കിൽ അത് മനുഷ്യപ്പറ്റുള്ള ആ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു യാത്രയെ നമുക്ക് പിന്തുണക്കുന്നതിനെന്ത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കേണ്ടതുണ്ടോ? ഈ യാത്രക്കെതിരെ എന്തിനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിനെതിരെ മറ്റൊരു യാത്ര നടത്തിയിട്ട് അത് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അള്ളാഹു പരാജയപ്പെടുത്തില്ല, കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു വിമോചന യാത്രയെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ മൂല്യങ്ങളോടുള്ള പുറംതിരിഞ്ഞു നിൽപ്പല്ലേ? ഞാൻ മാന്യമായ ഭാഷയിൽ ഒരു ചോദ്യം ചോദിച്ചു എന്ന് മാത്രം, ആർക്കും വേദനിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉണർത്തുന്നു. റഹ്മത്ത്, സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവരോട് അള്ളാഹു കരുണ കാണിക്കും. അവർക്കെതിരെ ആരെത്ര വലിയ വെട്ടുകൾ ഒരുക്കിയാലും അവരതിൽ വീഴൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇക്കാലം അത്രയും അള്ളാഹു തന്ന ഇസ്സത്ത് അതിലേറെ അള്ളാഹു ഇസ്സത്തിലാക്കി തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്സത്തിലാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവരോടും കരുണയുണ്ടാവണം. നാട്ടിൽ കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ കാണണം, പ്രയാസപ്പെടുന്നവരെ നിങ്ങൾ കാണണം. ജീവികളോട് പോലും നിങ്ങൾ കരുണ കാണിക്കണം. അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദില്ല ബഹുമാനപ്പെട്ട സഹാബി പറയുകയാണ്, റളിയല്ലാഹു അൻഹു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ. ഞങ്ങൾ ഒരു യാത്രയിൽ മുത്തുനബിയോടൊപ്പമുണ്ട്. ഫന്തലഖ ലിഹാജതിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി എങ്ങോട്ടോ ഒന്ന് പോയി മറഞ്ഞു. ഞങ്ങളപ്പോൾ യാത്രയിൽ അവിടെ തങ്ങി നിന്നു. നബി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് അകലെ വരെ പോയി. അങ്ങനെ ആ നബിതങ്ങൾ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് ഞങ്ങളിങ്ങനെ കൂട്ടായിട്ടിരിക്കുമ്പോൾ ഫറഅയ്നാ ഹുമ്മറതൻ, ഞങ്ങളൊരു കുരുവിയെ കണ്ടു. ഫറഅയ്നാ ഹുമ്മറതൻ, ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കുരുവി. മഅഹാ ഫർഖാൻ, ആ കുരുവിയുടെ കൂടെ 2 കുരുവി കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഒരു ഹോബി. ഫഅഖദ്നാ ഫർഖൈഹ, ഞങ്ങൾ ആ മരത്തിൽ കയറിയിട്ട് ആ കുരുവിയുടെ കൂട്ടിൽ കൈയിട്ട് ആ കുഞ്ഞുങ്ങളെ പിടിച്ചു. ആ കുഞ്ഞുങ്ങളെ ഞങ്ങളിങ്ങനെ കയ്യിൽ വെച്ചപ്പോൾ ഫജാഅത്തിൽ ഹുമ്മറതു, ഞങ്ങൾ കാണുകയാണ് ആ തള്ളക്കുരുവി വന്നിട്ട് ഫജഅലതു തുഫർരിഷു, ഞങ്ങളുടെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നു. എന്താ വിഷയം? ഈ കുഞ്ഞുങ്ങളെ അതിന് കിട്ടണം. ഈ കുഞ്ഞുങ്ങളെ ഇവർ ദ്രോഹിക്കുമോ എന്ന് ഭയന്നിട്ട് വട്ടമിട്ട് കരഞ്ഞ് ദീനരോധനവുമായിട്ട് ഇങ്ങനെ കരഞ്ഞ് അതാ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുക. ഫജാഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി, മുത്തുനബി വരുമ്പോൾ കാണുന്ന രംഗം അതാ ഈ ചെറിയ മക്കളെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ആ മക്കളെ കാണിച്ചു കൊടുത്ത ആ തള്ളക്കുരുവിയെ കരയിപ്പിക്കുന്ന സഹാബത്തിനെ ഞങ്ങളെ കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, മൻ ഫജഅ ഹാദിഹി ബിവലദിഹാ, ഈ തള്ളക്കുരുവിയെ അതിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് വേദനിപ്പിച്ചതാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, റുദ്ദു വലദഹാ ഇലൈഹാ, അതിന്റെ കുട്ടിയെ അതിന് തിരിച്ചു കൊടുക്കൂ, അതിന്റെ മക്കളെ അതിന് തിരിച്ചു കൊടുക്കൂ. സയ്യിദുനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വറആ ഖറിയത നംലിൻ, ഞങ്ങൾ ധാരാളം ഉറുമ്പുകൾ ചാലിട്ടരിക്കുന്ന ഒരു പ്രദേശത്തുകൂടെ ഞങ്ങൾ പോയി. ഒരിക്കൽ അങ്ങനെ ഒരു സ്ഥലം സയ്യിദുനാ റസൂലുള്ളാഹി കണ്ടു. ഖദ് ഹറഖ്നാഹ, ഞങ്ങൾ ആ സ്ഥലം കരിച്ചിരിക്കുന്നു, ആ ഉറുമ്പിൻ കൂട്ടത്തെ ഞങ്ങൾ കരിച്ചിരിക്കുന്നു. ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാത്തപ്പോൾ ഞങ്ങൾ അതിനെ തീയിട്ട് കരിച്ചു. നബി തങ്ങളത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മൻ ഹറഖ ഹാദിഹി, ആരാണിവയെ നശിപ്പിച്ചത്? ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നഹ്നു യാ റസൂലല്ലാ, നബി ആ പണി ചെയ്തത് ഞങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ യംബഗി അൻ യുഅദ്ദിബ ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ, തീ കൊണ്ട് ശിക്ഷിക്കാൻ തീയിൻ്റെ റബ്ബിനെ അധികാരമുള്ളൂ, നിങ്ങൾ ആ പണിയെടുക്കരുത്. ഉറുമ്പുകളോട് സ്നേഹം കാണിച്ച സയ്യിദുനാ റസൂലുള്ളാഹി, സ്വലാത്ത് ചൊല്ല്. പക്ഷികളോട് സ്നേഹം കാണിച്ച സയ്യിദുനാ റസൂലുള്ളാഹി, മൃഗങ്ങളോട് സ്നേഹം കാണിച്ച സയ്യിദുനാ റസൂലുള്ളാഹി, സഹോദരിമാരോട് സ്നേഹം കാണിച്ച സയ്യിദുനാ റസൂലുള്ളാഹി, കൊച്ചു മക്കളോട് സ്നേഹം കാണിച്ച സയ്യിദുനാ റസൂലുള്ളാഹി. അവിടുന്ന് റഹീമാൻ, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ റഹ്മത്ത് വളരെ വലുതാണ്. ആ റഹ്മത്ത് ചെറുതല്ല, ആ റഹ്മത്തിനെ ചെറുതായി നമുക്ക് കാണാനും പറ്റില്ല.
ഒരുപാട് ഇനിയും പറയാനുണ്ട്. പക്ഷേ എന്നും പറയുന്നത് പോലെ ഈ വിഷയം പൂർത്തിയാക്കി പറയാനിപ്പോൾ എന്തായാലും സാധിക്കില്ല. അപ്പോൾ സമയമായാൽ നിർത്തുക എന്ന സ്വഭാവമാണ് നല്ലത്. ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അൽഹംദുലിർറഹ്മാൻ അശ്ശുക്റു ലിൽ ഫർദാൻ യാ ബാരി അൻസിൽ അലൈനാ മതറം മിനൻ നിഅമ ഖത്റം മിനർ റഹ്മാൻ നദ്ഉക യാ ദൽ ജലാൽ നദ്ഉക യാ ദൽ ജലാൽ. അൽഹംദുലിർറഹ്മാൻ അശ്ശുക്റു ലിൽ ഫർദാൻ യാ ബാരി അൻസിൽ അലൈനാ മതറം മിനൻ നിഅമ ഖത്റം മിനർ റഹ്മാൻ നദ്ഉക യാ ദൽ ജലാൽ നദ്ഉക യാ ദൽ ജലാൽ. أشهد أن محمدا رسول الله. الملك القدوس السلام. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو له الأسماء الحسنى. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ومن هو الآية الكبرى لمعتبري ومن هو النعمة العظمى لمغتنمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا محمد. اللهم صل وسلم وبارك عليه. സർവാദരണീയരായ സംഘടനാ നേതാക്കളെ, ഉസ്താദുമാരെ, സദസ്സിലെത്തിയിരിക്കുന്ന സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അസലിയായ തീരുമാനപ്രകാരം നമ്മൾ ഈ സദസ്സിൽ എത്തിപ്പെട്ടു. അൽഹംദുലില്ലാ, നമുക്ക് വെള്ളം തരുന്ന, ഭക്ഷണവും വെളിച്ചവും വായുവും നൽകുന്ന ഉദാരനായ റബ്ബിനെ പരിചയപ്പെടാനുള്ള ഒരവസരം.
ഈ വേദി ഒരുക്കിയവർക്കും സംഘടിപ്പിച്ചവർക്കു മാത്രമല്ല, ഇതിൽ സംഘടിച്ചവർക്കും, ആണിനും പെണ്ണിനും പണമുള്ളവനുമല്ലാത്തവനും എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് കടന്നു വരാം. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളുടെ ചെറിയ ചെറിയ വിശദീകരണങ്ങളാണ് നാം കേട്ടു തുടങ്ങിയത്. അല്ലാഹു ജല്ല ജലാലു, അർ റഹ്മാനു ജല്ല ജലാലു, അർ റഹീമു ജല്ല ജലാലു. ഈ നാമങ്ങൾ 3 പരിചയപ്പെട്ടപ്പോൾ അല്ലാഹു എന്ന് പറയുന്ന നമുക്ക് ആലോചിക്കാൻ പോലും സാധ്യമല്ലാത്ത ഏതൊരാളും ആലോചിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, തിരുദാത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അന്തിച്ചു പോകുന്ന ഒരു മഹാവിഷയം. ആ വിഷയത്തെക്കുറിച്ചുള്ള പഠനം കൂടുതൽ കടന്നുകൊണ്ട് ആയിക്കൂടാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, അല്ലെങ്കിൽ പിഴച്ചു പോകും. എത്ര സത്യമാണത്! ലാ തഫക്കറൂ ഫില്ല വലാകിൻ തഫക്കറൂ ഫി ആലാഇല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതാ. അള്ളാഹുവിൻ്റെ തിരുദാത്തിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരുങ്ങിയ ഒരു ടീം നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ അള്ളാഹു എങ്ങനെ എന്ന ചർച്ച വന്നിട്ടേ ഇല്ല, വരരുത്. കാരണം രൂപഭാവങ്ങളില്ലാത്ത, തടിയില്ലാത്ത, രൂപമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ എന്ന ചർച്ച അപകടത്തിലേക്കല്ലാതെ അത് ഗുണത്തിലേക്ക് നയിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ചിലർ ആ ചർച്ചകളിലേക്ക് കയറി അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു 2 കൈയുണ്ട്, പിന്നെ പറഞ്ഞു വലത്തേ കയ്യേ ഉള്ളൂ. ഇങ്ങനെ തുടങ്ങിയിട്ട് അസംബന്ധങ്ങൾ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. നമ്മൾ അന്നേ പറഞ്ഞു, അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയരുത്, അള്ളാഹുവിന് കണ്ണുണ്ടെന്ന് പറയരുത്. അള്ളാഹുവിന് ശേഷിയുണ്ട്, അള്ളാഹുവിന് കാഴ്ചയുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അവയവങ്ങളുണ്ടെന്ന് പറയരുത് പറഞ്ഞു. അങ്ങനെ അതേക്കുറിച്ച് ആലോചിച്ച്, എന്തേ ഖുർആൻ പറഞ്ഞില്ലേ ബി യദിഹി എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ ആലോചിക്കാൻ? മഹാന്മാരൊക്കെ പറഞ്ഞു അതിനങ്ങനെ അർത്ഥം പറയരുത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ചിലർക്ക് അങ്ങനെ അർത്ഥം പറഞ്ഞേ മതി വരൂ. എന്താ കാരണം? അവർ അള്ളാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആലോചിക്കണ്ട, തിരുനാത്തിനെ കുറിച്ച് ആലോചിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതേക്കുറിച്ച് ആലോചിക്കാൻ പോയതാണ് അതിൻ്റെ അപകടം. ഏതായാലും അല്ലാഹു ജല്ല ജലാലു, ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മഹത്വങ്ങൾ, ആരാണ് അല്ലാഹു എന്ന ചർച്ചയാണ് നാം നടത്തിയത്. അല്ലാഹു എങ്ങനെയാണ് എന്ന ചർച്ചയല്ല, മറിച്ച് ആരാണ് അല്ലാഹു എന്ന ചർച്ചയാണ് നാം നടത്തിയത്. അതോടൊപ്പം ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നതും അതാണ്. നമുക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന റഹ്മാനായ റബ്ബ്, അർ റഹ്മാനു ജല്ല ജലാലു, അർ റഹീമു ജല്ല ജലാലു എന്നുള്ള 2 നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെ ചിത്രങ്ങൾ ഉള്ള സമയത്തിനുള്ളിൽ നാം ചെറുതായി പരിചയപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ നാമം പഠിക്കുമ്പോൾ ഒരു മുസൽമാൻ ഉണ്ടായിരിക്കേണ്ട ഗുണം, അവനോടൊപ്പം ജീവിക്കുന്ന സഹജീവികളോട് കരുണ കാണിക്കണം, അവൻ്റെ സഹകൂട്ടുകാരോടും കരുണ കാണിക്കണം. അപ്പോഴേ അവനോട് പടച്ച റബ്ബ് കരുണ കാണിക്കും.
ഈ സന്ദേശമാണ് കിട്ടുന്നതെന്ന് ഇന്നലെ നാം പറഞ്ഞു. ഭാര്യയോട് കരുണ കാണിക്കാത്ത ഭർത്താവിന് പടച്ചോൻ അനുഗ്രഹം തരുമെന്ന് പ്രതീക്ഷിക്കരുത്. മാതാപിതാക്കളോട് അനുഗ്രഹം കാണിക്കാത്ത, കരുണ കാണിക്കാത്ത മനുഷ്യനെ പടച്ചറബ് അനുഗ്രഹിക്കുമെന്ന് കരുതരുത്. അയൽക്കാരോട് കരുണയില്ലാത്ത അയൽക്കാരനെ അള്ളാഹു അനുഗ്രഹിക്കുമെന്ന് വെറുതെ ധരിച്ചു വശാകരുത്. ഇത് പറയാനാണ് ഇന്നലെ ഞാൻ അത് ഓതി വെച്ച് തുടങ്ങിയിരുന്നത്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് നിർത്തിവെച്ചതാ. ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഇന്ന് വീണ്ടും അതിൻ്റെ വിശദീകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കറിയാം ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ടത് 3 നാമമാണ്. ഓരോ ദിവസവും അല്പാൽപ്പം കയറിയില്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോഴേക്കും 33 നമുക്ക് തീർക്കണം. അൽ മലികു ജല്ല ജലാലു, അൽ ഖുദ്ദൂസു ജല്ല ജലാലു, അസ്സലാമു ജല്ല ജലാലു. ഈ 3 നാമങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ മലികു യാ ഖുദ്ദൂസു യാ സലാമു യാ മുഅ്മിനു യാ മുഹൈമിൻ. സാധാരണ നിങ്ങൾ ചൊല്ലി വരുന്നതാണ്. അതേ ഓർഡറിൽ തന്നെ അൽ മലികു ജല്ല ജലാലു, അൽ ഖുദ്ദൂസു ജല്ല ജലാലു, അസ്സലാമു ജല്ല ജലാലു. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ 3 ഇസ്മുകളാണ്, ഈ 3 നാമങ്ങള് അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ നാമങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ആശയങ്ങൾ പഠിക്കാനുണ്ട്. വിശദീകരണം വളരെയധികം വേണ്ടുന്ന പലതും ഞാൻ പറയുന്ന സമയപരിമിതി കൊണ്ട് ചുരുക്കി പറയാനേ കഴിയൂ. നിങ്ങളൊന്ന് ഉള്ളു തുറന്നിരിക്കുക, കുറച്ച് പറഞ്ഞ് കൂടുതൽ ഉൾക്കൊള്ളുക. എന്നിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിനോട് നമുക്ക് ചോദിച്ചു വാങ്ങാനുള്ളത് ചോദിച്ചു വാങ്ങാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽ മലികു ജല്ല ജലാലു, ഒന്നാമത്തെ നാമം. മലിക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അൽ മലിക്, രാജാതിരാജൻ. ഇതൊക്കെ മലയാളത്തിൽ ഒരു ശബ്ദം ഇങ്ങനെ പറയാട്ടോ. ഇതൊന്നും ഫിറ്റായിട്ട് ലോകത്തൊരാൾക്കും ഇതിനൊന്നും അർത്ഥം പറയാൻ കഴിയില്ല. അത് വേറെ ഒരു സത്യം. അള്ളാഹുവിൻ്റെ കലാമിന് അർത്ഥം പറയാൻ ആർക്കാ കഴിയാം? പരമാവധി നമുക്ക് പറയാൻ പറ്റുന്നത് പോലെ പറയുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പറയാൻ പറ്റുന്ന അത്ര പറയുക. അൽ മലിക്, രാജാതിരാജൻ. ഏകദേശം ഈ ആശയം ധ്വനിപ്പിക്കുന്ന നാമങ്ങൾ തന്നെയാണ് മാലിക് എന്ന നാമവും മലീഖ് എന്ന നാമവും. മാലിക് എന്ന നാമവും മലീഖ് എന്ന നാമവും ഇതേ ആശയം തന്നെ ധ്വനിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 99 മാത്രമല്ല അള്ളാഹുവിൻ്റെ പേരുകൾ, വേറെയുമുണ്ട്. ഇത് 99 അസ്മാകൾ നാം ചൊല്ലിയിരിക്കേണ്ട, വെറുതായി ചൊല്ലേണ്ട 99 അസ്മാകളെ കുറിച്ചാണ് ഇവിടെ ഈ പറഞ്ഞത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും. അപ്പോ മലിക് എന്ന് പറഞ്ഞതിൻ്റെ ഏകദേശം ആ ആശയം തന്നെ ധ്വനിപ്പിക്കുന്നതാണ് മാലിക് എന്നതും മലീഖ് എന്നതും. സർവാധിപൻ, ഉടമ എന്നൊക്കെ അർത്ഥം തരുന്ന മലീഖ്, മാലിക്. സർവാധിപൻ എന്നാണ് മലീഖ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മാലിക് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും ഉടമ. മലിക് എന്ന് പറഞ്ഞാൽ രാജാതിരാജൻ. ഇങ്ങനെയൊക്കെ മലയാളത്തിൽ നമുക്കതിനെ പറയാം. ആകെ ഖുർആനിൽ ഈ നാമം ഏത് അൽ മലിക് എന്ന് പറഞ്ഞ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ നാമം വിശുദ്ധ ഖുർആനിൽ വന്നത് ആകെ വന്നിരിക്കുന്നത് 5 സ്ഥലത്താണ്. മാലിക് എന്നത് 2 സ്ഥലത്ത്, മലീക് എന്നത് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ നാമങ്ങൾ വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് നോക്കിയാൽ കാണാം, മലിക് എന്ന നാമമാണ് 5 തവണ വിശുദ്ധ ഖുർആനിൽ വന്നത്. എവിടെയാണത്? ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, പരമസത്യമായ രാജാതിരാജനായ റബ്ബ് മഹോന്നതനാകുന്നു. സൂറത്തു താഹ 114. സൂറത്തു താഹയുടെ 114 വചനം. ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. മഹാനായ
അർശിന്റെ ഉടമയായ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ഉള്ള ഒരേ ഒരു റബ്ബ്, സത്യസന്ധനായ രാജാതിരാജനായ റബ്ബ്, അവൻ മഹോന്നതനാണ്. സൂറത്തുൽ മൂമിനൂൻ 116. അവിടെയും അൽ മലിക് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് കാണാം. ഇനി അതുപോലെ തന്നെ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസ്, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാം എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത് സൂറത്തുൽ ഹശ്റിന്റെ 23-ാം ആയത്തിൽ കാണാം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അൽ മലികുൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. സൂറത്തുൽ ജുമുഅ 1-ാം വചനം. അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ്. സൂറത്തുൻ നാസ് ഏറ്റവും അവസാനത്തെ അധ്യായത്തിലുണ്ട് മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാതിരാജനായ റബ്ബ്, മലിക്കിൻ നാസ്. ഇങ്ങനെ 5 സ്ഥലത്താണ് മലിക് എന്നത് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു മാലിക് എന്നത് 2 വന്നിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് എണ്ണുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ 4-ാം വചനം, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമ, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി. ഇനിയോ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു ആലു ഇംറാനിന്റെ 26-ാം വചനം, അല്ലാഹുവേ രാജാതിരാജനായ റബ്ബേ, നീയാണ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുന്നത് നീയാണ്, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം ഊരിയെടുക്കുന്നതും നീ തന്നെയാണ്, ആ അധികാരം വലിച്ചൂരിയെടുക്കുന്നതും നീ തന്നെയാണ്. ഇനി മലീക് ഇത് പറഞ്ഞത് സൂറത്തുൽ ഖമറിന്റെ അവസാനത്തെ ആയത്തിൽ, ഇന്ദ മലീകിം മുഖ്തദിർ, ഇന്ദ മലീകിം മുഖ്തദിർ, പരമാധികാരിയായ സർവാധിപനായ റബ്ബ്, അവന്റെ അടുത്ത് എന്ന പ്രയോഗം ഇന്ദ മലീകിം മുഖ്തദിർ. ഇങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലീക് എന്നത് വിശുദ്ധ ഖുർആനിൽ ഒരു തവണയും പറഞ്ഞത് കാണാം. ചുരുക്കത്തിൽ അൽ മലിക് എന്ന് പറഞ്ഞാലും അൽ മാലിക് എന്ന് പറഞ്ഞാലും അൽ മലീക് എന്ന് പറഞ്ഞാലും എല്ലാം സൂചിപ്പിക്കുന്നത് അവന്റെ കൈവശത്തിലാണ് അധികാരം മുഴുവനും. അല്ലാഹുവാണ് അധികാരം കൈയാളുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ അധികാരമില്ല. നോക്കൂ നിങ്ങൾ, ഇതാണ് പടച്ച റബ്ബ് പഠിപ്പിക്കുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക്കല്ലദീ ഒരുത്തനെല്ലാം തികഞ്ഞവനാണ്. തബാറക്ക എന്നതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇമാം നസഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറഞ്ഞ എല്ലാം ഉൾക്കൊള്ളുന്ന അർത്ഥമാണ് എല്ലാം തികഞ്ഞവൻ. എന്നാ പിന്നെ ഇനി അതിൽ ഉൾക്കൊള്ളാത്ത ഒന്നുമില്ല. തബാറക്കല്ലദീ ഒരുത്തനെല്ലാം തികഞ്ഞവനാണ്, അവൻ സമ്പൂർണനാണ്. ആരാണവൻ? ബിയദിഹിൽ മുൽക്ക്, അവനാണ് അധികാരം കൈയാളുന്നവൻ. ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സർവ്വ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അല്ലാഹുവിനെ കൊണ്ട് നടക്കാത്ത ഒരു കാര്യമില്ല, എല്ലാം പടച്ച റബ്ബിന് സാധിക്കുന്നതാണ്. സൂറത്തുൽ മുൽക്ക് 1. തബാറക്ക എന്നും നമ്മൾ പാരായണം ചെയ്യുന്നതാണ്. തബാറക്ക എന്നും ഓതുന്നവർക്ക് ഖബറിൽ അദാബുണ്ടാവില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. സൂറത്തുൽ വാഖിയ സ്ഥിരമായി പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. ശഫീഉനാ റസൂലുള്ളാഹി, അത് നമ്മൾ നിത്യമായി പാരായണം ചെയ്യുന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട്
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഒന്നും കൈമോശം വന്നു പോകരുത്, ഒന്നും കൈമോശം വന്നു പോകാൻ പാടില്ല. അപ്പോൾ ഈ നാമവും ഇതിന് തത്തുല്യമായ നാമങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് സർവാധികാരവും പടച്ച റബ്ബിന് മാത്രമാണ്. രാജാതിരാജനായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. ലോകത്ത് മറ്റൊരാൾക്കും സർവാധിപത്യമില്ല. ഒരാൾക്കും ഈ ഭൂമിയിൽ അല്ലാഹു അല്ലാതെ സർവാധിപത്യമുണ്ടെന്ന് പറയാൻ, അല്ലാഹുവിനല്ലാതെ സർവാധിപത്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു അൽ മലിക് എന്നതിനെ വിശദീകരിക്കുന്ന സമയത്ത് മഹാനവറുകൾ കൊടുത്ത അർത്ഥം അൽ മലിക്കുല്ലദീ ലാ മലിക ഫൗഖഹു വലാ ശൈഅ ഇല്ലാ ദൂന. ആരാണ് അൽ മലിക്? നമ്മൾ മലയാളത്തിൽ പറഞ്ഞു രാജാതിരാജൻ. എന്നാ ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു അതിനൊരു ഡെഫിനിഷൻ നൽകുകയാണ്. എന്താണ് അൽ മലിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലദീ ലാ മലിക ഫൗഖഹു, അവന്റെ മുകളിൽ മറ്റൊരു രാജാവില്ല, അവനാണ് അൽ മലിക്. വലാ ശൈഅ ഇല്ലാ ദൂന, എന്നാൽ ഇവിടെ ഒരു കൊലകൊമ്പനുമില്ല അവന്റെ കീഴിലല്ലാതെ, അതാണ് അൽ മലിക്. അതാ ഞാൻ പറഞ്ഞത്, മലയാളത്തിൽ അതൊന്നും പറഞ്ഞാലും ഇങ്ങോട്ട് ഫിറ്റ് ആവില്ല അറിയാൻ കാരണം നമ്മൾ പലരെ കുറിച്ചും രാജാതിരാജൻ എന്നൊക്കെ ചിലപ്പോൾ പ്രയോഗത്തിൽ നമ്മൾ പറഞ്ഞേക്കാം. അവന്റെ മുകളിൽ വേറൊരു രാജാവില്ല, ഞാൻ രാജാതിരാജൻ എന്ന് പറയാം. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ അവന്റെ കീഴിലായിക്കൊള്ളണം പൂർണ്ണമായും എന്നില്ല. പക്ഷെ അൽ മലിക് എന്ന് പറഞ്ഞതിന് അതും കൂടെ വേണം. അവന്റെ മുകളിൽ ഒരു അധികാരി ഉണ്ടാവാൻ പാടില്ല, ഏറ്റവും വലിയ സർവാധികാരി അവനായിരിക്കണം. എന്നാലോ താഴെയുള്ളവർ ഭക്ഷണത്തിനും വെള്ളത്തിനും വായുവിനും ഒന്ന് ശ്വസിക്കണമെങ്കിൽ പോലും അവനറിയാതെ ആ പരിപാടി നടക്കൂല. ഒന്ന് വെള്ളം കുടിക്കണമെങ്കിൽ അവനറിയാതെ അത് താഴോട്ടിറങ്ങൂല. തീർച്ചയാണ്. നിങ്ങൾ കൊണ്ടുപോയിട്ട വിത്ത് അവനറിയാതെ മുളക്കൂല. അവനറിയാതെ നിങ്ങളുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒരിക്കലും ഒരു കുഞ്ഞ് രൂപപ്പെടുകയില്ല. ഒരു മരത്തിന്റെ ഇല പൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അവനറിയാതെ നടക്കൂല ഭൂമിയില്. അവനാണ് സർവാധികാരി, അവനാണ് രാജാതിരാജൻ. അല്ലദീ ലാ മലിക ഫൗഖഹു വലാ ശൈഅ ഇല്ലാ തഹ്തഹു, ലോകത്തൊരു വസ്തുവുമില്ല അവന്റെ കീഴിലല്ലാതെ. എല്ലാം അവന്റെ കീഴിൽ, അവന് മുകളിൽ മറ്റൊരാളില്ല. ഇതാണ് അൽ മലിക്, അൽ മലിക്കു ജല്ല ജലാലു. ഈ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് ലോക പോലീസിനും, എത്ര വലിയ ലോക പോലീസ് ചമയുന്നവനാണെങ്കിലും ശരി, അവനൊന്നും തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അല്ലാഹുവിനെ ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും പരാശ്രയരാണ്, എല്ലാവരും അല്ലാഹുവിനെ ആശ്രയിച്ചേ പറ്റൂ. മറ്റുള്ളവരെയും ആശ്രയിക്കേണ്ടി വരും. എന്നാൽ അല്ലാഹുവിനെ ആശ്രയിക്കാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. അല്ലാഹു മറ്റുള്ളവരെ ആശ്രയിക്കുന്നില്ല, മറ്റുള്ളവർ മുഴുവനും അവനെ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അൽ മലിക്കു ജല്ല ജലാലു എന്നതിൻ്റെ അർത്ഥം പറയുന്നിടത്തുള്ള ഭംഗിയതാണ്. ഭൂമിയിൽ ഒരുപാട് അധികാരികളുണ്ട്. ആ അധികാരികൾക്കൊക്കെ അധികാരം കൊടുത്തതാരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തതാണ്. അതവൻ ഉദ്ദേശിക്കുമ്പോൾ പിൻവലിച്ച് തറപറ്റിക്കും. എത്രയോ സമയത്ത് തറപറ്റിച്ചിട്ടുണ്ടാവും. ഭൂമിയിലെ അധികാരികൾ ഇതിൻ്റെ സ്വാദും ഇതിൻ്റെ കയ്പും പലപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, നബിയേ ഖുൽ, അങ്ങ് പറയണം തങ്ങളെ, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അധികാരങ്ങളെ അധീനപ്പെടുത്തുന്ന രക്ഷിതാവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം എടുത്തു മാറ്റുന്നു, ഊരിക്കളയുന്നു. ഒന്നാലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, എന്താണ് പടച്ച റബ്ബ് ഈ പറഞ്ഞത്? ഈ പാഠം മനുഷ്യരെ പഠിപ്പിക്കുകയാണ് പടച്ച റബ്ബ്.
ഈ പാഠം പഠിപ്പിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. നീ ഉദ്ദേശിച്ചവരെ അവർക്ക് അധികാരം നൽകുകയും നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് അധികാരം തട്ടിയെടുക്കുകയും ചെയ്യുന്നു. നമ്മൾ ഓരോ ഇലക്ഷനുകൾ വരുമ്പോഴും എന്തെല്ലാം കണക്കുകൂട്ടലുകളാണ് നടത്തിയത്, എന്തെല്ലാം പ്രവചനങ്ങളാണ് നടക്കാറുള്ളത്. എല്ലാവരും കണക്കുകൂട്ടി ഇന്ന പാർട്ടി ജയിക്കും, അപ്രതീക്ഷിതമായി മറുകക്ഷി ജയിക്കുന്നു, അല്ലേ? നല്ല ഭരണം കാഴ്ചവെച്ചു. പക്ഷേ ആ നല്ല ഭരണം കാഴ്ചവെച്ചിട്ടും ആ ഭരണകൂടം പൊളിഞ്ഞു വീഴുന്നു. പലപ്പോഴും കാണുന്നതല്ലേ? ചീത്തയായ ഭരണം കാഴ്ചവെക്കുമ്പോഴും പൊളിഞ്ഞു വീഴുന്നു. വളരെ കെട്ട ഭരണം കാഴ്ചവെച്ചിട്ടും വീണ്ടും ഭരണത്തിലേറുന്നു. ഇതൊക്കെ പലപ്പോഴും കാണുന്നതാണ്. എന്താ കാരണം? ഈ ലോകത്ത് നമ്മളുടെയൊക്കെ അപ്പുറത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പടച്ച റബ്ബാണ്. കാര്യം തീർച്ചയാണ്. തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അവിടെയാണ് പ്രതീക്ഷിക്കാതെയുള്ള അട്ടിമറി വിജയങ്ങൾ നടക്കുന്നത്. പടച്ച റബ്ബിന്റെ ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞ വിഷയത്തിന്റെ സാക്ഷാത്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാ നാം കാണുന്നത്. ഈ ആയത്തിന്റെ ആശയങ്ങളുടെ സാക്ഷാത്കാരമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും കാണിച്ചു തരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് നമുക്ക് അധികാരം നൽകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് നമ്മിൽ നിന്ന് അധികാരം എടുത്തു മാറ്റുന്നതും. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് കൊടുക്കുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരം തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹുവിനാണ് സർവാധികാരമെങ്കിൽ അള്ളാഹുവിന്റെ അധികാരം തകർക്കാൻ ആർക്കും കഴിയില്ല. ബാക്കിയുള്ളവരുടേതൊക്കെ ഇടയ്ക്കിടെ പൊളിഞ്ഞു വീഴും, ഇടയ്ക്കിടെ കസേരയിൽ കയറും, ഇടയ്ക്കിടെ കസേരയ്ക്ക് ഇളക്കം തട്ടും. എന്നാൽ ഈ മലിക്കുൽ മുലൂക്കായ റബ്ബ്, രാജാതിരാജൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ റബ്ബ്, ആ റബ്ബിന്റെ കസേര ഇന്നുവരെ ഇളകിയിട്ടില്ല. കസേര എന്ന് പറഞ്ഞാൽ അവനൊരു കസേരയിൽ ഇരിക്കുകയാണെന്നല്ല. അത് മലയാളം അറിയുന്ന ആരും അങ്ങനെ മനസ്സിലാക്കൂല. അങ്ങനെയുണ്ട് ഒരു ടീം. വസിയ കുർസിയുഹു സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞ ആകാശഭൂമിയോളം വലുപ്പമുള്ള ഒരു കസേരയിൽ പടച്ചോൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടക്കിടക്ക് പടച്ചോനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിരിക്കുമ്പോൾ അതിങ്ങനെ കരയും എന്നൊക്കെ മലയാളത്തിൽ എഴുതി വെച്ച വിവരദോഷികളുണ്ടായിരുന്നു. എന്തോ ആവട്ടെ, അവരവരുടെ പാട്ടിന് പോവട്ടെ. നമുക്കതല്ലാത്ത, അവരോട് പ്രതികരിക്കലല്ലാത്ത പണി തന്നെ എമ്പാടുമുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നതല്ലേ അത്, കസേര നിലനിർത്തുക, കസേര വീഴുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് കസേര എന്ന അർത്ഥമല്ല കൊടുക്കുന്നത്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അധികാരം എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ആ വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരിമിതമല്ല. അത് പ്രപഞ്ചത്തെ മൊത്തം ഉൾക്കൊള്ളുന്നതാണ്. അതാണ്. അല്ലാതെ അള്ളാഹു ഇരിക്കുന്ന കസേര അത്രയും വലുപ്പമുണ്ട് എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അധികാരത്തിന് ഇളക്കം തട്ടൂല. അതാർക്കെങ്കിലും പരസ്പരം കൂറുമാറിയിട്ടോ, ഒരു പാർട്ടിയിൽ നിന്നൊരു ടീം കൂറുമാറിപ്പോയി അപ്പുറത്തു കൂടി, അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം തന്നെ നിന്ന് പ്രവർത്തനങ്ങളെല്ലാം, പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി വോട്ട് ചെയ്യുമ്പോൾ മറുപക്ഷത്തേക്ക് ചെയ്തു. ഇതൊക്കെ നമ്മളെ നാട്ടിൽ പലപ്പോഴും നടക്കുന്നതല്ലേ. ഇതൊക്കെ തന്നെയാണ് പടച്ചോന്റെ തീരുമാനം അനുസരിച്ചാണ് അതൊക്കെ നടക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ കൂടെ നടന്നിട്ട് സഖ്യകക്ഷി എന്ന നിലക്ക് പ്രചരണ പരിപാടികളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. മൂപ്പരോ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അമർത്തി കുത്തി മറുപക്ഷത്ത്. എന്തിന്? ഇയാളൊന്ന് വീണ് കാണണം എന്ന ഒരു നിയ്യത്തുണ്ടാകും. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ. പടച്ച റബ്ബ് എന്താണോ തീരുമാനിച്ചത് അതിലേക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ എത്തും. അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് പടച്ചോന്റെ അധികാരം ആർക്കും തട്ടിമാറ്റാനാവില്ല. അവിടെ പക്ഷം പിടിച്ചുകൊണ്ട്, മറ്റുള്ളവരോട് പക്ഷം പിടിച്ചുകൊണ്ടോ അള്ളാഹുവിന്റെ അധികാരം നഷ്ടപ്പെടുത്താൻ ലോകത്തൊരാൾക്കും കഴിയില്ല. ഇനി അവൻ കൊടുത്തവരുടേത് തകർക്കാൻ കഴിയോ? അവൻ തീരുമാനിച്ചില്ലെങ്കിൽ തകർക്കാൻ പറ്റില്ല. അവിടെ ആവശ്യം. അള്ളാഹു തീരുമാനിച്ചില്ലെങ്കിൽ അള്ളാഹു കൊടുത്ത അധികാരം തകർക്കാൻ പറ്റില്ല. അവിടെയാണ് മൂസാ അലൈഹിസ്സലാം അധികാരം നേടിയത്. നിങ്ങൾ കണ്ടില്ലേ? ഫറോവ ആരായിരുന്നു? ഫറോവ മൂക്കിൽ വലിച്ച് കളയാന്നല്ലേ കരുതിയത്. ഫറോവ മൂസാ നബിയെയും കൂട്ടരെയും എത്ര എളുപ്പമായിരുന്നു.
ഫറോവയുടെ കാഴ്ചപ്പാടിലത് ക്ഷിപ്രസാധ്യമായിരുന്നു. എന്തേ നടക്കാതിരുന്നത്? ഫറോവ അങ്ങനെ നടത്തിയിട്ട് നടന്നില്ലല്ലോ. എന്തേ കാരണം? തൂത്തിൽ മുൽക്കമൻ തശാഉ തൻസിഉൽ മുൽക മിമ്മൻ തശാ. ഫറോവയുടെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് അല്ലാഹു അധികാരം ഊരിയെടുത്തു. അവരെ തറ പറ്റിച്ചു. ആ നാട്ടില് ബലഹീനരായിരുന്ന, അടിച്ചമർത്തപ്പെട്ടിരുന്നവരായിരുന്ന ഇസ്രായേല്യർക്ക് അല്ലാഹു അധികാരം നൽകി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. അധമരായി കഴിഞ്ഞിരുന്ന ഇസ്രായേലികളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു. വനുരീതു അന്നമുന്ന അലല്ലദീന സ്തുദഇഫു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ദുർബല വിഭാഗത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്ന് നാം തീരുമാനിച്ചു. അള്ളാഹു പറയുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെയും കൗമിനെയും ചെങ്കടൽ കടത്തി വിട്ടതും അതേസമയം ഫറോവയെയും ടീമിനെയും ചെങ്കടലിലിട്ട് മുക്കിക്കൊന്നതും അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു അത്. മൂസാ നബി അലൈഹിസ്സലാം, ദാ അവിടെ മനുഷ്യനുണ്ടാവണം. മൂസാ നബി അലൈഹിസ്സലാം ശരിയായ ആദർശം ഇവിടെ നിലനിൽക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിൽക്കണം എന്ന് കരുതി അതിനുവേണ്ടി പണിയെടുക്കുന്നു. ആ പണി വിജയിക്കാതെ വരുന്നോ, വേണ്ടത്ര ഫലിക്കാതെ വരുന്നോ എന്ന് വരുമ്പോൾ, അങ്ങനെ സംശയിക്കുമ്പോൾ ഫറോവയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ അള്ളാഹുവിൻ്റെ ഓർഡർ വരുന്നു. ഫറോവ എല്ലാ അർത്ഥത്തിലും മൂസ നബിയെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും കൂടെയുള്ള അനുയായികളും അതാ യാത്ര പുറപ്പെടുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വലിയ ചെങ്കടലിന് മുമ്പിലെത്തുമ്പോൾ അവർ ചോദിക്കുന്നു, അല്ല മൂസാ, ഇനി എന്തു ചെയ്യും, ഇനി എന്തു ചെയ്യും? ആ വിഷയമൊക്കെ മറ്റു ചില നാമങ്ങൾ പറയുമ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അന്ന് പറയാം. മൂസാ നബി പറഞ്ഞു, പേടിക്കല്ല, എൻ്റെ റബ്ബ്, എന്നെ പറഞ്ഞയച്ചൊരു റബ്ബുണ്ട്, പേടിക്കാതെ യാത്ര തുടരാം. അപ്പോഴാണ് അല്ലാഹു തആല കടൽ കടക്കാൻ പറയുന്നത്, ചെങ്കടലിൽ അടിക്കാൻ പറയുന്നത്. ചെങ്കടലിൽ മല പോലെ വെള്ളമങ്ങ് ഭിത്തി, അതാ വെള്ളത്തിൻ്റെ ഭിത്തി അങ്ങ് ഉയർന്നു, വെള്ളം ഒലിക്കുന്നത് നിലച്ചു. അതാ നല്ല റോഡ്, വരണ്ട ഭൂമി, അതിലൂടെ ഇറങ്ങി അങ്ങ് നടന്നു. മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടരും ഇത്ര വിജയകരമായ ഒരു യാത്ര നടത്തുന്നത് കാണുമ്പോൾ അതാ ഫറോവയും കൂട്ടരും പിന്നാലെ വരുന്നു. അവർക്ക് തോന്നുന്നു, എന്താ നമുക്കും നടത്തി നോക്കല്ലേ ഒരു യാത്ര, തൊട്ടു പിന്നാലെ തന്നെ ആവട്ടെ എന്ന് കരുതിയിട്ട് അവരും അങ്ങ് ഇറങ്ങി. പകുതി എത്തിയതേ ഉള്ളൂ, അള്ളാഹു അവരെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞു. ഒന്നടങ്കം അള്ളാഹു നശിപ്പിച്ചു കളയുകയാ ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അതിനൊക്കെ അകത്ത്, ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഒരാൾക്ക് അധികാരം നൽകിയാൽ, അള്ളാഹു ഒരാൾക്ക് അധികാരങ്ങളും സ്ഥാനമാനങ്ങളും നൽകിയാൽ അത് കളയാൻ ഒരാളും ഒരുമ്പെട്ടിറങ്ങിയിട്ട് കാര്യമില്ല. യാത്രക്ക് പകരം യാത്ര സംഘടിപ്പിച്ചത് കൊണ്ടുമാവില്ല. ലാ മാനി അലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഈ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾക്ക് അവർക്കൊരു പേടിയും ഈ കാര്യത്തിൽ വേണ്ട. ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളിൽ അധികാരമുണ്ടോ? ആ അധികാരമുള്ള സമയത്ത് ദീനിനു വേണ്ടി വല്ലതും ചെയ്യാൻ നോക്കുക. പള്ളി സെക്രട്ടറി ആയിരിക്കും, പള്ളി പ്രസിഡന്റായിരിക്കും. ഞാൻ എൻ്റെ മഹല്ലത്തിൻ്റെ പ്രസിഡന്റാണ്, പക്ഷേ കാലാകാലം ഇത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ കരുതിയാൽ നടക്കൂല. എത്ര കാലം ആ പ്രസിഡന്റ് സ്ഥാനം എൻ്റെ ചുമലിലുണ്ടോ അത്രത്തോളം കാലം വല്ലതും മഹല്ലത്തിനു വേണ്ടി അള്ളാഹുവിന് പൊരുത്തമുള്ള വല്ലതും ചെയ്യാൻ നോക്കുക. ഇതാ ഞാൻ ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരും ആലോചിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നും ഇത് കിട്ടണമെന്നില്ല. അടുത്ത കൊല്ലം ജനറൽ ബോഡി കൂടുമ്പോൾ ആ ജനറൽ ബോഡിയിൽ വീണ്ടും എന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കണമെന്നില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം തെറിപ്പിക്കണമെന്നാണെങ്കിൽ തെറിക്കും. അതിൽ ഒന്നുമില്ല. കിട്ടുന്ന കാലത്ത് റബ്ബിന് പൊരുത്തമുള്ള വല്ലതും ചെയ്യാൻ ഒക്കുമെങ്കിൽ ചെയ്യാം. കാരണം നമ്മളെ വിശ്വാസം ഇതാണ്, ലാ മാനിയ ലിമാ അഅ്തൈത, പടച്ചവനെ നീ തന്നതിനെ വിലങ്ങുന്ന ഒരാളുമില്ല. നീ തന്ന സ്ഥാനമാനങ്ങളെ തടയുന്ന ഒരാളുമില്ല. നീ തന്ന പണത്തെ വിലങ്ങുന്നവനില്ല. നീ തന്ന ആരോഗ്യത്തെ തടയാൻ ഒരാൾക്കും കഴിയില്ല. ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞത് തരാനും ആരുമില്ല. അള്ളാഹു വേണ്ടാന്ന് വെച്ചത് ഇനി വേറെ കുറെ ആൾ കൂടിയിട്ട് കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ? കിട്ടൂല.
അള്ളാഹു ഒരാൾക്ക് അധികാരം കൊടുത്തു. അപ്പോൾ വേറെ കുറേ ആളുകൾക്ക് അതിലൊരു കുശുമ്പ്, അയാൾക്കല്ല വേണ്ടത്, നമ്മളെ നേതാവിനാ വേണ്ടത് എന്ന് തോന്നുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ യോഗം കൂടി ഇങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ കയ്യിലാ കാര്യം. വലാ മുഅ്തിയ ലിമാ മനഅത, അള്ളാഹുവേ നീ വേണ്ടാന്ന് വെച്ചത് കൊടുക്കാൻ കൽപ്പുള്ള ഒരാൺകുട്ടിയുമില്ല. വലാ റാദ്ദ ലിമാ ഖളൈത, പടച്ചവനെ നിന്റെ വിധി, നിന്റെ തീരുമാനം, ആ തീരുമാനത്തെ തിരുത്താൻ ഒരാളുമില്ല. വലാ റാദ്ദ ലിമാ ഖളൈത, നിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനത്തെ തിരുത്താൻ പറ്റുന്ന ഒരാളുമില്ല. പടച്ച റബ്ബ് തീരുമാനിക്കാൻ ഇന്നത്തെ പ്രസംഗം കഴിയാൻ പാടില്ല. അതിന്റെ മുമ്പ് ഞാനിവിടെ മരിച്ചു വീഴണമെന്നത് അള്ളാഹുവിന്റെ ഖളാ ആണെങ്കിൽ, അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അത് നടക്കുന്നതിനെ തടയാൻ ഒരു ഡോക്ടർക്കുമാകില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കാർക്കും കഴിയില്ല. ഈ സദസ്സിൽ വന്ന നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാ. വലാ റാദ്ദ ലിമാ ഖളൈത്, വലാ റാദ്ദ ലിമാ ഖളൈത്, പടച്ചോനെ നീ വിധിച്ചത് തട്ടുന്നവനില്ല. വലാ മുബദ്ദില ലിമാ ഹകംത, നിന്റെ തീരുമാനത്തെ ചേഞ്ച് ചെയ്യാൻ അധികാരമുള്ള ഒരാളും ഈ ഭൂമിയിലില്ല. വലാ മുബദ്ദില ലിമാ ഹകംത. ഇതൊക്കെ എപ്പോഴും പറയുന്ന നമുക്ക് എപ്പോഴെങ്കിലും അധികാരം കിട്ടുമ്പോൾ നെഗളിക്കും വേണ്ട, അധികാരം നഷ്ടപ്പെടുമ്പോൾ സങ്കടപ്പെടും വേണ്ട. ചിലർക്ക് അങ്ങനെ ഉണ്ടൊരു സോക്കേട്. അധികാരം കിട്ടിയാൽ മൂപ്പര് ഉഷാറായിരിക്കും. പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ എന്നാൽ നന്നായി പ്രവർത്തിക്കും. ഇനി അയാൾ എന്തോ കാരണവശാൽ പടച്ചോൻ്റെ തീരുമാനമാണ് അടുത്ത കൊല്ലം അയാൾ വേണ്ട, അപ്പം എന്തോ കാരണവശാൽ പ്രവർത്തകർക്ക് വെറുപ്പായി പല ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം വഴി അയാൾ ഒഴിവാക്കും. അതോടുകൂടെ പിന്നെ മൂപ്പര് സംഘടനക്ക് പാര വെക്കാൻ നടക്കുക, മഹല്ല് ജമാഅത്തിന് പാര വെക്കാൻ നടക്കുക. അരുത്. ഈമാനുള്ള മനുഷ്യൻ ഇത് ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനം ഇവിടെ നടക്കുള്ളൂ. അൽ മലിക്കു ജല്ല ജലാലു തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഇത് ഉൾക്കൊള്ളുന്ന ഒരാൾ എന്തിനാ ബേജാറാവുന്നത്? എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അതെന്ത് ഒരു വാർഡ് മെമ്പർ തൊട്ട് എല്ലാ സംഗതികളും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്നത്. നമുക്കാണ് എന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും സംഗതി അങ്ങനെയാണ് നടക്കുന്നത്. അള്ളാഹുവിൽ വിശ്വാസമുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. കാര്യം നടക്കുന്നത് അങ്ങനെയാണ്. അതിന് ധാരാളം തെളിവുകൾ നമ്മൾ കാണാറുണ്ട്. അപ്രതീക്ഷിത ജയങ്ങൾ തീർത്തും ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. നാട് മുഴുവനും പറഞ്ഞു ഇന്നയാളാ ജയിക്കാം, പക്ഷെ ജയിച്ചത് മറുകക്ഷി. എന്താ കാരണം? വേറൊരു കാരണവും അതിന് പിന്നിലില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനാണ് സർവാധികാരി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവാണ് മാലിക്, അല്ലാഹുവാണ് മലിക്, അല്ലാഹുവാണ് മലീക്. ഇതങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനാണ് സർവാധിപനും സർവാധികാരിയും എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും അധികാരത്തിൻ്റെ പേരില് സമ്പത്തിൻ്റെ പേരില് ഒരു കാരണവശാലും മനുഷ്യൻ തണ്ട് കാണിക്കുകയില്ല, അഹങ്കാരം കാണിക്കുകയില്ല. മറിച്ച് അധികാരമുള്ളപ്പോഴും അവൻ വിനയം കാണിക്കും, മുതലുള്ളപ്പോഴും അവൻ കാരുണ്യം കാണിക്കും. വിനയവും കാരുണ്യവും അവൻ മുഖമുദ്രയാക്കി ജനകീയനായി പ്രവർത്തിക്കും. കണ്ടാ, വലിയ നേതാക്കൾ അങ്ങനെയാണ്. സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ടീമിൻ്റെ നേതാവ് എപ്പോഴും ഖാദിമുഹും, അവരുടെ സേവകനായിരിക്കും, അവരിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഹബീബായ റസൂലുള്ളാഹി ആരാ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനേക്കാൾ വലിയ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അത്ര മാത്രം അള്ളാഹു അധികാരം വെച്ച് നീട്ടിയ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ പേര് തന്നെ അത് സൂചിപ്പിക്കുന്നില്ലേ, അഷ്റഫുൽ ഖൽഖ്. അല്ലേ, അഷ്റഫുൽ ഖൽഖ് എന്താ? സൃഷ്ടികളിൽ അത്യുത്തമർ, സൃഷ്ടികളിൽ അത്യുത്തമർ. അത്ര ഷറഫുള്ള ഒരാൾ, ക്രെഡിറ്റുള്ള ഒരാൾ മഖ്ലൂഖിന്റെ കൂട്ടത്തിൽ വേറെ ഇല്ല. എന്നാൽ അതൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന് എത്ര ബഹുമാനം ഉണ്ടെങ്കിലും ആ ബഹുമാനം മുഴുവൻ ആര് കൊടുത്തതാ? അള്ളാഹു കൊടുത്തതല്ലാതെ റസൂലുള്ളാന്റെ കയ്യിൽ ഒരു ചെറിയ ശകലം പോലും അധികാരവുമില്ല, ആരോഗ്യവുമില്ല, സൗന്ദര്യവുമില്ല, അറിവുമില്ല. എന്നാലോ ആ അറിവും ആരോഗ്യവും സൗന്ദര്യവും അത് നിറഞ്ഞു നിൽക്കുകയാണ്. അത് നമ്മൾ കുറക്കാനും പോകണ്ട. അള്ളാഹു കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ പ്രശ്നം വരുന്നത്?
എത്ര ഉണ്ടെങ്കിലും പടച്ചോൻ കൊടുത്തതാണെന്ന് പറഞ്ഞാൽ പടച്ചോൻ മേലെ തന്നെയാണല്ലോ, പടച്ചോൻ മുകളിലായി. പിന്നെന്താ ഇവിടെ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. അപ്പൊ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രയും വലിയ അധികാര കസേര അള്ളാഹു കൊടുത്തപ്പോൾ നബി തങ്ങൾ അഹങ്കരിച്ചോ? ഇല്ല. ഒരു ചെറിയ സംഭവം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേട്ടോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് വിശ്രമിക്കുക. അപ്പോഴാണ് ഒരാട്ടിൻകുട്ടിയെ കയറിട്ട് കൊണ്ടുവന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയയായി സമർപ്പിച്ചു. നബിയെ, ഈ